ഹലോ മൈ ജിയോങ്സ്. അപ്പോൾ ഒരുപാട് നാളായല്ലേ നമ്മൾ കണ്ടിട്ട്. എനിക്കറിയാം ചാനലിൽ ചെറിയൊരു ഗ്യാപ്പ് വന്നുപോയി. ചില വ്യക്തിപരമായ തിരക്കുകൾ കാരണം മാത്രമാണ് എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റാതിരുന്നത്. ശരിക്കും ഞാൻ ഈ വീഡിയോ അല്ല ഫസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത്. ഞാൻ ഒരു ഹൊറർ മൂവി എടുത്തു വെച്ചിരുന്നു. അതെന്ന് പറഞ്ഞാൽ നല്ലൊരു ഹൊറർ മൂവിയാണ്. പക്ഷേ ഹൊററായിട്ട് എൻ്റെ പുതിയ വീഡിയോ അല്ലെങ്കിൽ ഒരു മൂവി എക്സ്പ്ലനേഷൻ ഹൊററായിട്ട് തുടങ്ങണ്ട. ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ചെയ്യുമ്പോൾ നല്ലൊരു ഹോൾസം മൂവി ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ സിനിമ സെലക്ട് ചെയ്യുന്നത്. കഴിഞ്ഞ 2 മാസം മുന്നേ തിയേറ്ററുകളിൽ റിലീസായ ഒരു സിനിമയാണിത്. ഇത് അത്രയ്ക്കും ഫേമസ് ആണെന്ന് ചോദിച്ചാൽ യെസ്, ഇപ്പോൾ റീലിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് പോകുന്നുണ്ട്. അത് കണ്ടാണ് ഞാനും മൂവി ഒന്ന് കണ്ടു നോക്കിയത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം എന്ന് എനിക്ക് അത്രമാത്രം തോന്നി. സിനിമയുടെ പേര് ദ ഷീപ്പ് ഡിറ്റക്റ്റീവ്. നമ്മൾക്ക് ഒരുപാട് പ്രണയകഥകൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഇതൊരു ചെറുക്കനും പെണ്ണും തമ്മിലുള്ള പ്രണയമല്ല, അല്ലെങ്കിൽ ഒരു മനുഷ്യനോട് തോന്നുന്ന പ്രണയവുമല്ല. ഇത് നമ്മളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന കുറെ ആളുകളും അവറ്റകളെ നോക്കുന്ന ഒരു മനുഷ്യനും തമ്മിലുള്ള വല്ലാത്തൊരു സ്നേഹബന്ധത്തിന്റെ കഥയാണ്. ആ ഒരു ആഴത്തിലുള്ള സ്നേഹവും അതിനിടയിലേക്ക് കടന്നു വരുന്ന ചില അപ്രതീക്ഷിതമായ സംഭവങ്ങളും ഒക്കെയാണ് ഈ സിനിമ വളരെ മനോഹരമായിട്ട് പറയുന്നത്. കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി യെസ്, എന്റെ ഈ ഒരു സെക്കൻഡ് ഇന്നിങ്ങിൽ അല്ലെങ്കിൽ ഞാൻ രണ്ടാമത് വരുന്നതിൽ ഈ മൂവി തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാൽ അത് നന്നായിരിക്കും എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ മൂവി സെലക്ട് ചെയ്തത്. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ മൂവിയിലേക്ക് പോകാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പച്ചപ്പുൽപ്പാടമാണ്. അവിടെ ഒരുപാട് ആളുകൾ കൂട്ടത്തോടെ മേഞ്ഞു നടക്കുന്നുണ്ട്. അടുത്തതായി നമുക്ക് അവിടെ ഒരു ചെറിയ കാരവാനാണ് കാണിക്കുന്നത്. അതിനുള്ളിലിരുന്ന് ഒരാൾ വളരെ സ്നേഹത്തോടെ ഒരു കത്ത് എഴുതുകയാണ്. പുള്ളിയുടെ പേര് ജോർജ് എന്നാണ്. ഈ ആട്ടിൻകൂട്ടത്തിന്റെ യജമാനൻ അല്ലെങ്കിൽ ഷെപ്പേർഡ്. ജോർജ് ഈ കത്ത് എഴുതുന്നത് റെബേക്ക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്കാണ്. ശരിക്കും റെബേക്ക ജോർജിന്റെ സ്വന്തം മകളാണ്. ജോർജിന്റെ ഒരു സ്ഥിരം പരിപാടിയാണ് ഇത്. തങ്ങൾ ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് ഈ പുതിയ ടൗൺ എങ്ങനെയുണ്ടെന്നും ഇവിടുത്തെ കാലാവസ്ഥയും ഈ പുൽപ്പാടവും തന്റെ ആടുകളുടെ വിശേഷങ്ങളും ഒക്കെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം മകൾക്ക് കത്തിലൂടെ എഴുതി അറിയിക്കുകയാണ്. ജോർജ് തന്റെ ആടുകൾ എന്ന് പറഞ്ഞാൽ വെറും ഒരു മൃഗങ്ങളല്ല, സ്വന്തം ജീവനാണ്. ഈ കൂട്ടത്തിലുള്ള ഓരോ ആടിനും അദ്ദേഹം പ്രത്യേകം പേരിട്ട് വിളിക്കാറുണ്ട്. പുറത്തുള്ള മനുഷ്യന്മാരോട് സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ ജോർജ് സമയം ചെലവഴിക്കുന്നത് തന്റെ ഈ ആട്ടിൻപറ്റങ്ങളോടൊപ്പമാണ്. അവർ പറയുന്ന ഭാഷ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരേ ഒരു മനുഷ്യൻ ഈ ജോർജ് മാത്രമാണ്. ജോർജിന് എല്ലാ ആടുകളും പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആടുകൾക്കും പേരിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചട്ടമ്പിയായ മുട്ടനാടുകളല്ലേ, ഇതിനെ ജോണി എന്നും റിജി എന്നുമാണ് പേരിട്ടിരിക്കുന്നത്. പിന്നെ നല്ല അന്തസ്സും ആഭിജാത്യവുമുള്ള സർ റിച്ച് ഫീൽഡ്. ഇവള് പഞ്ഞിക്കെട്ട്, വലിയ ജാടക്കാരിയാണ്. ക്ലൗഡ് എന്നാണ് വിളിക്കുന്നത്. ഇവള് സോറ, ഏത് നേരവും സംശയങ്ങളാണ്. ഇത് മോപ്പിൾ, വളരെ ക്ഷമാശീലനാണ് പക്ഷെ ഓവർ തിങ്കറുമാണ്. പിന്നെ വൂൾ ഐസ്. വെൽ, ഇതിന് നല്ലൊരു പേര് എനിക്ക് കിട്ടിയില്ല. ഓക്കെ, ഞാൻ എല്ലാവരും പ്രിയപ്പെട്ടതാണെന്ന് പറഞ്ഞെങ്കിലും കൂട്ടത്തിൽ 2 പേർ എനിക്ക് വളരെ സ്പെഷ്യലാണ്. ഒന്ന് സെബാസ്റ്റ്യൻ, കൂട്ടത്തിലെ കൊമ്പൻ, എന്നെ പോലെ ഒറ്റപ്പെട്ട ഒരുത്തൻ. അവന് തോന്നുമ്പോഴൊക്കെ ഇറങ്ങിപ്പോവും, എന്നിട്ട് അവന് തോന്നുമ്പോൾ തിരിച്ചു വരികയും ചെയ്യും. അവസാനമായി ലില്ലി, കൂട്ടത്തിലെ ഏറ്റവും മിടുക്കി. എന്റെ മനസ്സിലെ ചിന്തകളും വികാരങ്ങളും ഇവിടെ നല്ല പോലെ മനസ്സിലാക്കുന്നുണ്ട്. മറ്റുള്ള ആടിനേക്കാളും ഇടയന്മാർക്ക് മാത്രം കിട്ടുന്ന സന്തോഷം തിരിച്ചറിയാൻ പറ്റുന്നത് ഇവളിൽ മാത്രമാണ്. ഭൂമിയിലെ മിണ്ടാപ്രാണികളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ സന്തോഷം. സോ ഇതൊക്കെയാണ് നമ്മളുടെ ജോർജ് ലെറ്റർ ആയിട്ട് എഴുതുന്നത്. ഇത് ജോർജിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ചെമ്മരിയാടല്ലേ, അതിന്റെ രോമങ്ങളൊക്കെ ഭംഗിയായി വെട്ടിയൊതുക്കും. ഇങ്ങനെയുള്ള ജോലികളൊക്കെ കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ, അതായത് എല്ലാവരും ഉറങ്ങാൻ പോകുന്ന ടൈമില് ജോർജ് ഈ ആട്ടിൻകുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കും. നമ്മൾ തിയേറ്ററിൽ പോയി വലിയ ക്യൂരിയോസിറ്റിയോടെ സിനിമ കാണുന്നത് പോലെയാണ് ഈ ആടുകളെല്ലാം ജോർജിന് ചുറ്റും വന്നിരുന്ന് ഈ കഥകൾ കേൾക്കുന്നത്. ഭയങ്കര ട്വിസ്റ്റും ടേൺസും ഒക്കെയുള്ള കൊലപാതകങ്ങളുടെ മിസ്റ്ററി കഥകളാണ് ജോർജ് അവറ്റകൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത്. പക്ഷെ കഥ ക്ലൈമാക്സിലേക്ക് എത്താറാകുമ്പോൾ ജോർജ് അത് പാതി വഴിയിൽ വെച്ച് അങ്ങ് നിർത്തും. ഇനി ഈ കൊലപാതകി ആരാണെന്ന് നമുക്ക് നാളെ അറിയാം എന്ന് പറഞ്ഞ് സസ്പെൻസ് ഇട്ട് പുള്ളി നേരെ തന്റെ കാരവാനിലേക്ക് ഉറങ്ങാൻ പോകും. ജോർജ് പോയെങ്കിലും ആടുകൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ആ അത്ഭുതം സംഭവിക്കുന്നത്. ജോർജ് പോയെന്ന് ഉറപ്പായതും ആ ആടുകളെല്ലാം മനുഷ്യരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങുകയാണ്. ആ കൂട്ടത്തിലെ ഏറ്റവും സൈലന്റ് ആയ ആട് ഭയങ്കര കൺഫ്യൂഷനിലാണ്. ഇതാരായിരിക്കും കൊന്നത്, ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ, കഥ ഫുൾ പറഞ്ഞു തീർത്തതുമില്ല, ഇനി നാളെ അവരെ കാത്തിരിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവറ്റകൾ വല്ലാതെ അസ്വസ്ഥരാകുന്നുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ നിന്നൊരു ആട് പറയുകയാണ്, അത് വേറെ ആരുമല്ല, നമ്മളുടെ ലില്ലിയാണ്. എനിക്ക് തോന്നുന്നു ഇത്രയും തെളിവുകൾ കണ്ടുപിടിച്ച ആ ക്യാരക്ടർ ഉണ്ടല്ലോ, അവൻ തന്നെയായിരിക്കും കൊലപാതകി. കാരണം ഇത്രയും എവിഡൻസ് വേറെ ആർക്കും കിട്ടിയില്ലല്ലോ, അപ്പൊ അവനല്ലാതെ വേറെ ആരാണ്? അങ്ങനെ ജോർജ് പറഞ്ഞ ഡിറ്റക്റ്റീവ് കഥയിലെ കൊലപാതകി ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള വലിയൊരു ചർച്ചയിലാണ് ആടുകളെല്ലാം. അങ്ങനെ അടുത്ത ദിവസമായി രാവിലെ തന്നെ ജോർജ് ഒന്ന് തലേദിവസം നിർത്തിയ ആ കഥയുടെ ബാക്കി പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ ട്വിസ്റ്റ് ജോർജ് വെളിപ്പെടുത്തി. നമ്മുടെ ബുദ്ധിശാലിയായ ആട് പ്രവചിച്ചതുപോലെ തന്നെ ആ കഥയിലെ തെളിവുകളെല്ലാം ശേഖരിച്ച് ഒപ്പം നിന്ന ആൾ തന്നെയാണ് യഥാർത്ഥ കൊലപാതകി. തന്റെ ഊഹം കറക്റ്റായ സന്തോഷത്തിൽ ആ ആടിനെ ബാക്കി എല്ലാവരും കൂടി അഭിനന്ദിക്കുകയാണ്. ഇതിനുശേഷം നമ്മൾ ഈ സിനിമയിലെ വളരെ വിചിത്രമായ മറ്റൊരു കാര്യം കാണിക്കുകയാണ്. മനുഷ്യർക്കിടയിൽ ജാതിയും മതവും ഒക്കെ പറഞ്ഞ് മാറ്റി നിർത്തുന്നത് പോലെ ഈ ആടുകളുടെ കൂട്ടത്തിൽ വലിയൊരു വേർതിരിവുണ്ട്. നമ്മുടെ ലില്ലിയും മാപ്പിളയും അടങ്ങുന്ന ഈ ഒരു മെയിൻ ഗ്രൂപ്പിലെ ആടുകളെല്ലാം ജനിച്ചത് സ്പ്രിംഗ് സീസണിലാണ്. എന്നാൽ പുൽപ്പാടത്ത് മറ്റൊരു ഗ്രൂപ്പ് കൂടെയുണ്ട്. അതിൽ ഒരു ആട് മാത്രമേ ഉള്ളൂ, അവൻ വിന്റർ സീസണിൽ ജനിച്ചവനാണ്. അതുകൊണ്ട് തന്നെ സ്പ്രിംഗ് ഗ്രൂപ്പുകാർ ഈ വിന്റർ ഗ്രൂപ്പുകാർ തങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാതെ എപ്പോഴും ഒറ്റപ്പെടുത്തി മാറ്റിയാണ് നിർത്താറുള്ളത്. അവിടെ വെച്ചാണ് ജോർജ് ആ വിന്റർ ഗ്രൂപ്പിലുള്ള അമ്മയില്ലാത്തൊരു പാവം അനാഥ ആട്ടിൻകുട്ടിയെ എടുത്ത് സ്നേഹത്തോടെ പാൽ കൊടുക്കുന്നത്. എന്നിട്ട് ജോർജ് ആ കുഞ്ഞാടിന്റെ ചെവിയിൽ രഹസ്യമായി എന്തോ ഒന്ന് പറയുന്നുണ്ട്. ജോർജ് എന്താണ് ആ
ആടിനോട് പറഞ്ഞതെന്ന് മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും നമ്മളുടെ ലില്ലി ദൂരെ മാറി നിന്ന് ഈ ഒരു കാഴ്ച വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ജോർജ് എന്തായിരിക്കും ആ ആടിന്റെ ചെവിയിൽ പറഞ്ഞത്? ഇത്രയും നേരം നമ്മൾ ഈ പുൽപ്പാഴത്തെ ആടുകളുടെ വിശേഷങ്ങളായിരുന്നല്ലോ കണ്ടത്. എന്നാൽ ഇനി ഈ കഥ നടക്കുന്ന ആ ടൗണിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ അവിടെ കാണിക്കുന്നത് മറ്റൊരു ഷെപ്പേർഡിനെയാണ്, അതായത് ജോർജിനെ പോലെ വേറൊരു ആട്ടിനെ. പുള്ളിക്ക് ഒരു വലിയ ആട്ടിൻ കൂട്ടമുണ്ട്. പക്ഷെ നമ്മുടെ ജോർജിന് ഈ മനുഷ്യനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, അത്രയ്ക്ക് വെറുപ്പാണ്. അടുത്തത് ടൗണിലെ ആ ഒരു ഇറച്ചിക്കടക്കാരനാണ്. ആടുകളെ സ്നേഹിക്കുന്ന ജോർജിന് ആ കശാപ്പുകാരന്റെ ഒട്ടും ഇഷ്ടമല്ലെന്നുള്ളത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അവിടെ ഒരു ഹോട്ടൽ നടത്തുന്ന പെൺകുട്ടിയുണ്ട്. അവൾക്കാണെങ്കിൽ നമ്മുടെ ജോർജിനെ കണ്ടുകൂടാ. ജോർജിന് അവളോട് ദേഷ്യമുണ്ടായിട്ടില്ല, പകരം അവൾക്ക് ജോർജിനോട് എന്തോ വല്ലാത്തൊരു വിദ്വേഷമുണ്ട്. ഇവർക്കെല്ലാം പുറമെ ആ നാട്ടിലെ ക്രമസമാധാനം നോക്കുന്ന എപ്പോഴും മണ്ടന്മാരെപ്പണി നിൽക്കുന്ന ഒരു പോലീസുകാരൻ അവിടെ ഉണ്ട്. അവസാനമായി ഈ ടൗണിലെ ചർച്ച് അവിടുത്തെ ഫാദർ മനുഷ്യന്മാരുടെ ഇടയിൽ താനാണെന്നാണ് പുള്ളിക്കാരന്റെ വിചാരം. ആ ചർച്ചിലേക്ക് നമ്മുടെ ജോർജ് വരുന്നുണ്ട്. എന്നിട്ട് ഫാദറിന്റെ അടുത്ത് ചെന്ന് പുള്ളി പറയുകയാണ്, ഞാൻ തരാനുള്ള പൈസ എല്ലാം തന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ജോർജ് പറഞ്ഞിട്ട് പോവുകയാണ്. ഇതെല്ലാം കഴിഞ്ഞുള്ള അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ജോർജിന് ഒട്ടും ഇഷ്ടമല്ലാത്ത ആ മറ്റൊരു ഷെപ്പേർഡ്. പുള്ളി തന്റെ ആടുകളെ ഒക്കെ കൂട്ടി നമ്മുടെ ജോർജിന്റെ ഈ പുൽപ്പാടത്തിന്റെ അടുത്തേക്ക് വരികയാണ്. ഈ പുതിയ ആടുകളെ കണ്ടത് ജോർജിന്റെ ആടുകളെല്ലാം മനുഷ്യരെ പോലെ സംസാരിക്കാൻ തുടങ്ങി. ആ പുതിയ ഷെപ്പേർഡിന്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ തന്റെ ആടുകളെയും ജോർജിന്റെ ആടുകളെയും ഒരുമിച്ച് ഒരേ പുൽപ്പാടത്ത് നിർത്താനാണ് പുള്ളിക്ക് താല്പര്യം. ജോർജിന്റെ ആടുകൾക്കാണെങ്കിൽ പുതിയ കൂട്ടുകാരെ കിട്ടിയ സന്തോഷത്തിൽ എക്സൈറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇത് കണ്ട പുതിയ ഷെപ്പേർഡ് നേരെ ജോർജിനെ കാണാൻ വേണ്ടി അവന്റെ കാരവാനിലേക്ക് കയറി പോവുകയാണ്. പക്ഷെ അവനെ കണ്ടത് ദേഷ്യം വന്ന നമ്മുടെ ജോർജ് ഒട്ടും മടിക്കാതെ പുള്ളി അവിടെ നിന്ന് മാട്ടിപ്പായിച്ചു വിടുകയാണ് ചെയ്യുന്നത്. അത്രമാത്രം വെറുപ്പാണ് ജോർജിന് അയാളോട്. ആ പുതിയ ഷെപ്പേർഡിനെ ജോർജ് കാരവാനിൽ നിന്ന് മാട്ടിപ്പാക്കുന്നത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ആടുകൾക്ക് ഒരു കാര്യം മനസ്സിലായി. തങ്ങൾ വിചാരിച്ചതുപോലെ ആ പുതിയ കൂട്ടുകാരുമായിട്ട് ഒരുമിച്ച് കൂടാൻ ജോർജ് ഒരിക്കലും സമ്മതിയില്ല. ഇതിപ്പോ എപ്പോഴും ഉള്ള പരിപാടിയാണ്. ആരെങ്കിലും വന്ന ജോർജ് അപ്പോൾ തന്നെ ഓടി. ഇത് കണ്ട ആളുകളെല്ലാം ആകെ മൂഡൌട്ടായി നിൽക്കുമ്പോഴാണ് നമ്മളുടെ ബ്രൗണി അല്ലെങ്കിൽ ലില്ലി അങ്ങോട്ടേക്ക് വരുന്നത്. അവൾ വന്നിട്ട് ബാക്കിയുള്ളവരോട് പറയുകയാണ്, ഇപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങ് മറക്കുക. ഇതിനെക്കുറിച്ച് ആലോചിച്ച് ആഴത്തിൽ വിഷമിച്ച ഒരു കാര്യവുമില്ല. പ്രത്യേകിച്ച് ആ കൂട്ടത്തിലെ മാപ്പിൾ അല്ലെങ്കിൽ ഓവർ തിങ്കർ ആടിനോട് ആണ് ബ്രൗണി പറയുന്നത്. കാരണം കക്ഷി ഒരു ഒന്നൊന്നര ഓവർ തിങ്കർ ആണ്. എന്ത് കാര്യം നടന്നാലും അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇൻട്രോവേർട്ട് സ്വഭാവമാണ് പുള്ളിക്കാരന്. അതുകൊണ്ട് ബ്രൗണി പറയുകയാണ്, നമുക്ക് എല്ലാവർക്കും കൂടെ 3, 2, 1 എന്ന് റിവേഴ്സ് ആയിട്ട് എണ്ണാം. എന്നിട്ട് ആ വിഷമം അങ്ങ് മറക്കാം. നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ നമ്മുടെ സ്ഥിരം കാര്യങ്ങളിലേക്ക് തിരിച്ചു പോകാം. അങ്ങനെ ബ്രൗണി പറഞ്ഞതുപോലെ ആടുകളെല്ലാം കൂടി ആ നമ്പറുകൾ കൗണ്ട് ചെയ്ത് ആ വിഷമം മൈൻഡിൽ നിന്നും കളയാൻ ശ്രമിക്കുകയാണ്. അതേസമയം ആ പുതിയ ഷെപ്പേർഡ് പോയതിനു ശേഷം ജോർജ് കാരവാനിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അവർ തമ്മിൽ ഉള്ളിൽ വെച്ച് എന്താണ് സംസാരിച്ചത് എന്ന് നമുക്കറിയില്ലെങ്കിലും പുറത്തേക്ക് വന്ന ജോർജ് ആകെ ഡൗൺ ആയിരുന്നു. പുള്ളിയുടെ മുഖത്ത് വല്ലാത്തൊരു സങ്കടവും ഭാരവും ഉണ്ടായിരുന്നു. തന്റെ യജമാനൻ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണെന്ന് കണ്ടതും നമ്മുടെ ലില്ലി പതുക്കെ ജോർജിന്റെ അരികിലേക്ക് ചെന്ന് അദ്ദേഹത്തെ ചേർന്ന് നിന്ന് സമാധാനിപ്പിക്കാൻ നോക്കുകയാണ്. ജോർജിന്റെ ആ സങ്കടം മാറ്റാൻ ബ്രൗണി തന്നെയാണ് അവിടെ മുന്നിൽ നിൽക്കുന്നത്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഈ ടൗണിലേക്ക് പുതുതായിട്ട് ഒരു റിപ്പോർട്ട് വണ്ടി ഇറങ്ങുന്നതാണ്. ഈ നാട്ടിൽ ഉടനെ തന്നെ ഒരു വലിയ ഫെസ്റ്റിവൽ നടക്കാൻ പോകുകയാണ്. പുതുതായി ജോലിയിൽ പ്രവേശിച്ച ഈ റിപ്പോർട്ടർ ആ ഒരു ഫെസ്റ്റിവൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ട ജോർജിനെ ഒട്ടും ഇഷ്ടമല്ലാത്ത ആ പെൺകുട്ടിയുടെ ഹോട്ടലാണ് കാണിക്കുന്നത്. പക്ഷേ അവിടെ ഇപ്പോൾ കാണിക്കുന്നത് ആ റിപ്പോർട്ടറിനെ അല്ല, ആ ഹോട്ടൽ ഓണറായ പെൺകുട്ടിയെയും ഒപ്പം അങ്ങോട്ടേക്ക് വരുന്ന ഒരു പോസ്റ്റ് വുമണിനെയുമാണ്. ആ നാട്ടിലെ കത്തുകളൊക്കെ കൊടുക്കാൻ വന്നതാണ് ആ സ്ത്രീ. അവിടെ വെച്ചാണ് ആരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് നടക്കുന്നത്. നമ്മുടെ ജോർജ് തന്റെ മകളായ റെബേക്കയ്ക്ക് അയക്കാൻ വേണ്ടി എഴുതിയ കത്തുണ്ടല്ലോ, അത് ആ പോസ്റ്റ് വുമണിന്റെ കയ്യിലിരിക്കുന്നത് ഈ ഹോട്ടൽ ഓണറായ പെൺകുട്ടി കാണുകയാണ്. ആരും കാണാത്ത സമയം നോക്കി അവൾ വളരെ രഹസ്യമായി ആ കത്ത് അവിടെ നിന്ന് എടുത്തു മാറ്റുകയാണ്, അതായത് മോഷ്ടിക്കുകയാണ്. ജോർജിനുള്ള ദേഷ്യം കൊണ്ടാണോ അതോ ആ കത്തിൽ എന്തെങ്കിലും രഹസ്യമുള്ളത് കൊണ്ടാണോ അവൾ മാറ്റിയതെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. ഇതിനുശേഷമാണ് നമ്മുടെ റിപ്പോർട്ടർ ഈ ഹോട്ടലിന്റെ ഭാഗത്തേക്ക് വരുന്നത്. പുള്ളി ആ ഫെസ്റ്റിവൽ കവർ ചെയ്യാൻ വേണ്ടി ചുറ്റുമൊന്ന് നോക്കിയപ്പോൾ അവിടെ പ്രത്യേകിച്ച് വലിയ ആഘോഷങ്ങളോ ബഹളങ്ങളോ ഒന്നും കാണാനില്ല. തന്റെ കരിയറിലെ ഫസ്റ്റ് റിപ്പോർട്ട് ആയതുകൊണ്ട് വലിയ എന്തെങ്കിലും പരിപാടികൾ കാണും എന്ന് വിചാരിച്ചാണ് പുള്ളി വന്നത്. പക്ഷെ അവിടെ ആകെ കുറച്ച് ചെറിയ ആർട്ട് വർക്കുകൾ എന്ന് പറയുന്ന ചിത്രങ്ങൾ, അലങ്കാരങ്ങളും അല്ലാതെ റിപ്പോർട്ട് ചെയ്യാൻ മാത്രമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതാണോ ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ വന്നത് എന്ന് ആലോചിച്ച് പുള്ളി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അവിടെ ഒന്നുമില്ലെന്ന് കണ്ടത് നമ്മുടെ റിപ്പോർട്ടർക്ക് ആകെ നിരാശയാവുകയാണ്. പുള്ളി വല്ലാത്തൊരു മൂലൽ സ്വയം പറയുകയാണ്, ഇതാണ് ഇവിടുത്തെ വലിയ ഫെസ്റ്റിവൽ, ഇതിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ഈ ഒരു വലിയ ഇവന്റ് കവർ ചെയ്താൽ എനിക്ക് നല്ലൊരു പ്രൊമോഷൻ കിട്ടുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ടൗണിലേക്ക് വണ്ടി കയറിയത്. പക്ഷെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല. റിപ്പോർട്ടർ അങ്ങനെ ടെൻഷൻ അടിച്ച് ആവലാതി പറഞ്ഞു നിൽക്കുമ്പോഴാണ് തൊട്ടടുത്ത ആ മുഴുവൻ പോലീസ് അല്ലെങ്കിൽ ഒരു ബദ്ധബുദ്ധി പോലീസ് വന്നിട്ട് പുച്ഛത്തോടെ സംസാരിക്കുന്നത്. ഈ നാട്ടിൽ ഇതൊക്കെയാണ് മെയിൻ, ഇതാണ് ഫെസ്റ്റിവൽ, ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വന്നതിന് പൈസ ഒക്കെ വേണമെന്നൊക്കെ പറഞ്ഞ് പോലീസിന് പരിപാടി പറയുകയാണ്. പോലീസുകാരന്റെ മറുപടി കേട്ടതും റിപ്പോർട്ടർ ആകെ കിളി പോയി നിൽക്കുകയാണ്. വല്ലാത്ത അസ്വസ്ഥതയോടെ ആ സീൻ അവിടെ വെച്ച് കട്ട് ചെയ്യുകയാണ്. അടുത്ത സീനിൽ നമ്മൾ വീണ്ടും നമ്മൾ ഷെപ്പേർഡായ ജോർജിന്റെ അരികിലേക്കാണ് വരുന്നത്. അപ്പോൾ അവിടെ വൻ ഇടിയും മിന്നലുമുള്ള ഭയങ്കരമായ ഒരു കനത്ത മഴ പെയ്യുകയാണ്. ഈ ശക്തമായ ഇടിമിന്നൽ കണ്ട് ജോർജ് ആകെ പേടിച്ചിരിക്കുകയാണ്. തന്റെ ജീവനായ ആടുകൾക്കും വല്ലത് പറ്റുമോ എന്നോർത്ത് പുള്ളിയുടെ നെഞ്ചു പറയുന്നുണ്ട്. ജോർജ് മാത്രമല്ല, അവിടെയുള്ള ആടുകളും ആ ആകാശത്തെ ഇടിമിന്നൽ കണ്ട് വല്ലാതെ ഭയന്ന് വായിക്കുന്നുണ്ട്. കുട്ടിയാടുകളൊക്കെ പേടിച്ചിട്ട് പുറകോട്ട് മാറി നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മളുടെ ബ്രൗണി അല്ലെങ്കിൽ ലില്ലി ആ കുട്ടികളുടെ അരികിലേക്ക് വരുന്നത്. അവൾ നേരെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, എടാ
നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ആ കാണുന്ന മേഘങ്ങളൊക്കെ ആരാണെന്ന് അറിയാമോ? നമ്മുടെ പ്രായം കഴിഞ്ഞ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ പൂർവികരാണ് ആ മുകളിൽ നിൽക്കുന്നത്. അവരവിടെ ഇരുന്ന് നമ്മളെ കാത്തുരക്ഷിച്ചോളും. നമുക്ക് വേണ്ടി വെള്ളം തരുന്നത് അവരാണ്. ഈ വെള്ളം കിട്ടിയാലേ നമുക്ക് പുല്ല് മുളകുകയുള്ളൂ. സോ നമ്മളുടെ ബന്ധുക്കളാണ് എല്ലാം അവിടെ ഉള്ളത്. നീ എന്നിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ആ ആളുകൾ വിശ്വസിക്കുന്നത് ആകാശത്ത് കാണുന്ന കറുത്ത മേഘങ്ങൾ മുഴുവൻ തങ്ങളുടെ മരിച്ചുപോയ പൂർവികരാണെന്ന്. അത് പറഞ്ഞ് കുട്ടികളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആ കൂട്ടത്തിൽ നമ്മൾ നേരത്തെ കണ്ട ആ വിന്റർ സീസണിൽ ജനിച്ചപ്പോൾ ആ വലാതെ ആട്ടിൻകുട്ടി പാത്രം ആരും ശ്രദ്ധിക്കാതെ ഒറ്റപ്പെട്ടു പോവുകയാണ്. പേടിച്ചു പോയ കുഞ്ഞ് ആട് അവിടെയുള്ള വണ്ടിയുടെ വീലിന്റെ അല്ലെങ്കിൽ ചക്രത്തിന്റെ സൈഡിൽ പോയി വല്ലാതെ ഭയന്ന് ഒളിച്ചിരിക്കുകയാണ്. അതേസമയം ക്യാമറ അടുത്തതായി കട്ട് ചെയ്ത് കാണിക്കുന്നത് ആ ഹോട്ടൽ ഓണറായ പെൺകുട്ടിയെയാണ്. ജോർജ് തന്റെ മകൾക്ക് എഴുതിയ ആ കത്ത് അടിച്ചു മാറ്റിയവളാണല്ലോ അവൾ. അവൾ ആ കത്ത് മുഴുവൻ വായിച്ചു നോക്കുകയാണ്. കത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നമുക്കറിയില്ലെങ്കിലും അത് വായിച്ചതും അവൾ ആകെ നിയന്ത്രണം വിട്ട് അവിടെ കിടന്ന് ബഹളം വയ്ക്കാൻ തുടങ്ങുകയാണ്. വല്ലാത്തൊരു ദേശത്തോടെ അവൾ ആ കത്ത് വലിച്ചു കയറി എറിയുന്നു. അടുത്തതായി കാണിക്കുന്നത് നമ്മുടെ ആ പാവ റിപ്പോർട്ടറിനെയാണ്. ആ നാട്ടിൽ വന്നിട്ട് റിപ്പോർട്ട് ചെയ്യാൻ ഒരു നല്ല ന്യൂസും കിട്ടിയില്ലല്ലോ എന്നോർത്ത് പുള്ളിയാക്ക് ടെൻഷൻ അടിച്ച് ആ കനത്ത രാത്രിയിൽ വണ്ടി ഓടിച്ചു പോവുകയാണ്. മഴ പെയ്യുന്ന ആ സമയത്ത് പുള്ളിയുടെ വണ്ടി ചെറുതായിട്ടൊന്ന് ആക്സിഡന്റ് ആവുന്നുണ്ട്. വലിയ അപകടമൊന്നുമില്ലെങ്കിലും വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈന്റ് വരുന്നു. വണ്ടിയുടെ മുന്നിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആ ഒരു ചെറിയ ട്രെയിലർ വലിച്ചുകൊണ്ടാണ് അതൊക്കെ പുള്ളി മുന്നോട്ട് പോകുന്നത്. അങ്ങനെ പോകുന്നതിനിടയിലാണ് പുള്ളി ആ കാഴ്ച കാണുന്നത്. വലിയ മഴയത്ത് ആരോ ഒരാൾ കയ്യിൽ ഒരു ടോർച്ചും കത്തിച്ച് ആ ലൈറ്റും അടിച്ചു പിടിച്ച് നമ്മുടെ ജോർജിന്റെ പുൽപ്പാടത്തിലൂടെ ഒറ്റയ്ക്ക് നടന്നു പോകുന്നു. ഈ പാതിരാത്രിയിൽ ആരായിരിക്കും ആ മഴയത്ത് അവിടെ നടക്കുന്നത് എന്ന് റിപ്പോർട്ടർ ആലോചിക്കുകയാണ്. അതേസമയം ക്യാമറ കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ ആ ഒരു ഓവർ തിങ്കറായ മാപ്പിൾ അല്ലെങ്കിൽ സൈലന്റ് ആടിനെയാണ്. അവൻ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും കണ്ണു തുറക്കുന്നുണ്ട്. കണ്ണു തുറന്ന് അവൻ നേരെ നോക്കിയപ്പോൾ കാണുന്നത് ആ കൂട്ടത്തിലെ ഏറ്റവും ധൈര്യശാലിയായ ആ കറുത്ത ആടിനെയാണ്, നമ്മുടെ സെബാസ്റ്റിനെയാണ്. പെട്ടെന്നാണ് സീൻ നേരെ ജോർജിന്റെ കാരവാനിലേക്ക് പോകുന്നത്. ആ കഴുത്ത മഴയത്ത് ഉള്ളിൽ നല്ല ഉറക്കത്തിലായിരുന്നു നമ്മുടെ ജോർജ്. അപ്പോഴാണ് പുള്ളി ഉറങ്ങി കിടക്കുന്ന ആ കാരവാന്റെ ഡോറിൽ ആരോ വന്ന് ശക്തമായി മുട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആ കൊടും ക്രൈം നടക്കുകയാണ്. പുലർച്ചെ ആ പുൽപ്പാടത്ത് നമ്മൾ കാണുന്നത് നമ്മുടെ ജീവനായ ആ ഷെപ്പേർഡ് ജോർജ് മരിച്ചു കിടക്കുന്നതാണ്. അദ്ദേഹത്തിന് എന്തു പറ്റി, ആരാണത് ചെയ്തത് എന്ന് ആർക്കും അറിയില്ല. ഈ ദാരുണമായ കാഴ്ച ആദ്യം കാണുന്നത് നമ്മുടെ ലില്ലിയാണ്. ലില്ലിയെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടെങ്കിലും തന്റെ യജമാനൻ മരിച്ചു എന്ന് വിശ്വസിക്കാൻ അവർക്ക് ആകുന്നില്ല. കാരണം ആടുകൾ മരിച്ചാൽ നേരെ ആകാശത്തേക്ക് മേഘമായി മാറും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. പക്ഷെ ഒരു മനുഷ്യൻ ഇങ്ങനെ മരിച്ചു കിടക്കുന്നത് അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ബ്രൗണി അവിടെ വന്ന് ജോർജിനെ നോക്കി പറയുകയാണ്, എഴുന്നേക്ക് ജോർജ്, നീ എത്ര നേരം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഉറങ്ങുന്നതായിട്ട് അഭിനയിച്ച് കിടക്കുന്നത്, എഴുന്നേക്ക്. ആ സമയം നമ്മളുടെ ആ ഒരു ഓവർ തിങ്കറായ മാപ്പിൾ ആടും അവിടെ ഉണ്ടായിരുന്നു. പലതും കണ്ട് പരിചയമുള്ളത് കൊണ്ട് മാപ്പിൾ ബ്രൗണിയോട് പറയുകയാണ്, ഇത് അഭിനയിക്കുന്നതല്ല ബ്രൗണി, ജോർജ് നമ്മളെ വിട്ടുപോയി, പുള്ളി മരിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള ആടുകളൊക്കെ കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകുന്ന കൂട്ടത്തിലാണെങ്കിലും ഈ സൈലന്റ് ആട് ഒന്നും മറക്കില്ല. അവന്റെ മനസ്സിൽ ഒരുപാട് ഓർമ്മകളുണ്ട്. സൈലന്റ് അത് പറഞ്ഞതും ബ്രൗണി ആകെ തകർന്നു പോവുകയാണ്. അവൾ വല്ലാതെ വിഷമിച്ച് ജോർജിന്റെ ആ തണുത്ത കൈകളിൽ തന്റെ തലവച്ച് തലോടാൻ തുടങ്ങി. അയ്യോ, നമുക്കിനി ആരുണ്ട്? ആടുകൾ മരിച്ചാൽ മേഘങ്ങളാകും, മനുഷ്യന്മാർ മരിച്ചാൽ അവർ മേഘങ്ങളാകില്ലേ എന്ന് ചോദിച്ച് ബ്രൗണി അവിടെ ഇരുന്ന് കരയുകയാണ്. പതുക്കെ ബ്രൗണി ഓടിച്ചെന്ന് കൂട്ടത്തിലെ ബാക്കി എല്ലാ ആടുകളോടും ഈ വിവരം പറയുകയാണ്, നമ്മുടെ ഷെപ്പേർഡ് മരിച്ചുപോയി. അത് കേട്ടത് ബാക്കിയുള്ള ആടുകളെല്ലാം ആകെ ടെൻഷനിലും ഭയത്തിലുമാണ്. അയ്യോ, ഇനി നമ്മളെ ആര് നോക്കും? നമുക്ക് ആര് കൃത്യമായിട്ട് ഫുഡ് തരും? എനിക്ക് ആര് മരുന്ന് ഒഴിച്ചു തരും എന്നൊക്കെ ഓർത്ത് അവർ ആകെ പരിഭ്രാന്തരായി. അതിനിടയിൽ ചില ആടുകൾ പറയുന്നുണ്ട്, ഇങ്ങനെ ആലോചിച്ചതിന്റെ നമ്മുടെ വിഷമം കൂടുകയേ ഉള്ളൂ, നമുക്ക് ഈ സംഭവം എങ്ങനെയെങ്കിലും മറക്കാൻ നോക്കാം. ഇത് കേട്ടതും നമ്മുടെ മാപ്പിളിന്റെ ദേഷ്യം വന്നു. അവ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് അത് മറക്കാൻ തോന്നുന്നത്? നമ്മളെ സ്വന്തം മക്കളെ പോലെ നോക്കിയ ആളല്ലേ അദ്ദേഹം, അദ്ദേഹത്തെ എങ്ങനെയാണ് ഇത്ര എളുപ്പത്തിൽ മറക്കുക എന്ന്. മറ്റു ആടുകളൊക്കെ അതിന് പലവിധ മറുപടികൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കുമ്പോഴാണ് ദൂരെ നിന്ന് ഭയങ്കരമായ ഗാംഭീര്യമുള്ള ദേഷ്യം നിറഞ്ഞ ശബ്ദം കേൾക്കുന്നത്. അത് നമ്മുടെ ആ ഒരു കറുത്ത ആടായ സെബാസ്റ്റ്യൻ ആയിരുന്നു. അവൻ ആ കൂട്ടത്തെ നോക്കി ഉറക്കെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് അവരെ മറക്കാൻ സാധിക്കുന്നത്? അങ്ങനെ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന ഒരാളാണോ നമ്മുടെ ജോർജ്? സെബാസ്റ്റ്യൻ അങ്ങനെ ദേഷ്യത്തോട് ചോദിച്ചത് ബാക്കിയുള്ള ആളുകളെല്ലാം ആകെ സൈലന്റ് ആയി. നമ്മൾ ഇത്രയും കാലം പോറ്റി വളർത്തിയ നമ്മുടെ ജോർജിനെ മറക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്ന് അവൻ വീണ്ടും ചോദിച്ചു. അപ്പോഴാണ് കൂട്ടത്തിൽ നിന്ന് ഒരു കുട്ടിയാട് വന്ന് വളരെ നിഷ്കളങ്കമായി ബാക്കിയുള്ളവർ പറയുന്നത്, ആന്റി, അപ്പോൾ നമ്മുടെ ജോർജിനെ ആരോ കൊന്നതാണോ? അത് കേട്ടത് ലില്ലി പെട്ടെന്ന് ഞെട്ടി. അവൾ ആ കുട്ടിയോട് ചോദിച്ചു, അല്ല, ജോർജിനെ ആരോ കൊന്നതാണെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? അത് ആ കുട്ടിയാട് മറുപടി പറയുകയാണ്, അല്ല ആന്റി, എല്ലാ ദിവസവും രാത്രി ജോർജ് നമുക്ക് പറഞ്ഞു തരാനുള്ള ഒരു ഡിറ്റക്റ്റീവ് കഥകളിലൊക്കെ കൊലപാതകികൾ ആദ്യം വന്ന് കൊല്ലുന്നത് ആ ഷെപ്പേർഡിനെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ജോർജിനും അങ്ങനെയല്ലേ സംഭവിച്ചിട്ടുണ്ടാകുക? ആ കുട്ടിയുടെ ആ ഒരു ചോദ്യം കേട്ടതും ലില്ലിയുടെയും മാപ്പിളിന്റെയും തലയിൽ പെട്ടെന്നൊരു ലൈറ്റ് കത്തിയതുപോലെ തോന്നും. കാരണം ജോർജ് സാധാരണ രീതിയിൽ കാരവാനിൽ നിന്നും പുറത്തിറങ്ങുകയാണെങ്കിൽ പുള്ളിയുടെ തലയിൽ എപ്പോഴും ഒരു ഫേവറേറ്റ് ക്യാപ്പ് ഉണ്ടാകാറുണ്ട്. ക്യാപ്പില്ലാതെ ജോർജ് പുറത്തിറങ്ങാറേ ഇല്ല. പക്ഷെ ഇന്ന് ജോർജ് ആ തൊപ്പി വെക്കാതെയാണ് വെളിയിൽ മരിച്ചു കിടക്കുന്നത്. അതിലെന്തോ പന്നികട് മണത്ത നമ്മുടെ ബ്രൗണിയും മാപ്പിളും കൂടെ നേരെ ആ കാരവാനിൽ ജനലിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ആ ഒരു സൈലന്റ് ആടിന്റെ മുകളിലേക്ക് നമ്മുടെ ലില്ലി വതുക്കെ വലിഞ്ഞു കയറി കാരവാന്റെ ഉള്ളിലേക്ക് ഒളിഞ്ഞു നോക്കുകയാണ്. അവൾ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് ജോർജ് സിനിമ വയ്ക്കാറുള്ള ആ തൊപ്പി പുള്ളി എന്നും വയ്ക്കാറുള്ള അതേ സ്ഥാനത്ത് തന്നെ ഇരിപ്പുണ്ട്. അതോടെ ആളുകൾക്ക് ഒരു കാര്യം 100% ഉറപ്പായി, ജോർജ് സ്വയം പുറത്തേക്ക് ഇറങ്ങിയതല്ല, ആരോ അദ്ദേഹത്തെ നിർബന്ധിച്ച് വെളിയിലേക്ക് ഇറക്കി കൊന്നതാണ്. ഇതിന് പിന്നിൽ ആ വലിയൊരു കൊലപാതകയുണ്ട്. ബ്രൗണിയും സൈലന്റും കൂടെ ആ തൊപ്പി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരാൾ വരുന്നത്. നമ്മുടെ ജോർജിന് ഒട്ടും ഇഷ്ടമല്ലാത്ത, ജോർജ് എപ്പോഴും ആട്ടിപ്പായ്ക്കാറുള്ള ആ മറ്റൊരു ഷെപ്പേർഡ്. എന്തോ ഒരു വലിയ അഗ്രിമെന്റ് പേപ്പറിൽ ജോർജ്
ജോർജിനെ കൊണ്ട് നിർബന്ധിച്ച് ഒപ്പിടിപ്പിക്കാൻ വേണ്ടിയാണ് പുള്ളി രാവിലെ തന്റെ ക്യാരവാനിലേക്ക് വന്നത്. പക്ഷെ അവിടെ ഒന്ന് നോക്കിയ പുള്ളി കാണുന്നത് തറയിൽ പാടെ കിടക്കുന്ന ജോർജിന്റെ ബോഡിയാണ്. അത് കണ്ട് പേടിച്ച് പുള്ളി ഒട്ടും സമയം കളയാതെ നേരെ പോയി ആ പോലീസുകാരനെ വിവരം അറിയിച്ച് അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. പോലീസ് നാട്ടുകാരും ഒക്കെ വന്ന് ബോഡി പരിശോധിക്കുമ്പോഴാണ് വളരെ വിചിത്രമായ ആ കാര്യം ശ്രദ്ധിക്കുന്നത്. ജോർജിന്റെ കയ്യിൽ ഏതോ ഒരു നീല പച്ച നിറങ്ങളിലുള്ള എന്തോ ഒരു അടയാളം ഉണ്ടായിരുന്നു. ആ ബോഡിയിൽ വേറെ വലിയ പാടുകളോ മുറിവുകളോ ഒന്നും പോലീസിന് പെട്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ആ പോലീസുകാരനും ഷെപ്പേർഡും കൂടെ അവിടെ വെച്ച് വലിയൊരു ഗൂഢാലോചന നടത്തുകയാണ്. ഇതൊരു കൊലപാതക കേസാക്കി മാറ്റിയാൽ വെറുതെ ടൗണിൽ വലിയ പ്രശ്നമാകും എന്ന് കരുതി ജോർജിന് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദയാഘാതം വന്നതാണ് എന്ന് പറഞ്ഞ് കേസ് അങ്ങോട്ട് എഴുതി തള്ളാൻ അവർ പ്ലാൻ ചെയ്യുകയാണ്. സത്യം പുറത്തു കൊണ്ടുവരേണ്ട പോലീസ് തന്നെ കൊലപാതകയെ രക്ഷിക്കാൻ വേണ്ടി ഈ മരണം ഒരു ഹാർട്ട് അറ്റാക്ക് ആണെന്ന് വരുത്തി തീർക്കാൻ നോക്കുകയാണ്. പക്ഷെ നമ്മുടെ ആളുകൾ ഇതൊക്കെ ദൂരെ മാറി എന്ന് കാണുന്നുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് അടുത്ത സംഭവം നടക്കുന്നത്. ജോർജ് മരിച്ച വിവരം പറഞ്ഞതും ആ ടൗണിലെ ഇറച്ചിക്കടക്കാരൻ അല്ലെങ്കിൽ ബുച്ചർ അങ്ങോട്ടേക്ക് ഓടിയെത്തി. പുള്ളി വന്നിട്ട് അവിടെയുള്ള ആടുകളുടെ എണ്ണത്തിന്റെ ലിസ്റ്റ് ഒക്കെ എടുക്കാൻ തുടങ്ങി. കാരണം ഇടയം മരിച്ച സ്ഥിതിക്ക് ഇനി ഈ ആടുകളെയൊക്കെ വിൽക്കാമല്ലോ എന്ന ക്രൂരമായ ചിന്തയായിരുന്നു ആ കശാപ്പുകാരന്. അപ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ട ആ പാവ റിപ്പോർട്ടർ അങ്ങോട്ടേക്ക് ഓടി പാഞ്ഞു വരുന്നത്. ടൗണിൽ വന്നിട്ട് ഒരു ന്യൂസും കിട്ടാതെ വിഷമിച്ചിരുന്ന പുള്ളിക്ക് ഇതാ തന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയൊരു ബ്രേക്കിംഗ് ന്യൂസ് ലൈവായി കിട്ടിയിരിക്കുകയാണ്. പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പോലീസുകാരന്റെ അടുത്തേക്ക് ചെന്ന് പറയും, ഇതൊരു സാധാരണ മരണമല്ല, നമുക്ക് വേഗം ആ കാരവാന്റെ ഉള്ളിൽ കയറി ഒന്ന് ചെക്ക് ചെയ്യാം. റിപ്പോർട്ടർ പറഞ്ഞതും ആ പോലീസുകാരൻ യാതൊരു ജാഗ്രതയും ഇല്ലാതെ കൂളായി വന്ന് കാരവാന്റെ ഡോർ അങ്ങ് തുറക്കാൻ പോവുകയാണ്. അത് കണ്ട് റിപ്പോർട്ടർ പുള്ളിയെ തടഞ്ഞിട്ട് പറഞ്ഞു, സാർ നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ആ വാതിലിൽ കൊലപാതകയുടെ ഫിംഗർ പ്രിന്റ് ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ തൊടുമ്പോൾ അത് മാഞ്ഞു പോകില്ലേ? അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യ സാറേ. ഒരു പോലീസുകാരനായിട്ട് എന്റെ അത്ര പോലെ ബുദ്ധി ഈ മനുഷ്യരില്ലല്ലോ എന്ന് റിപ്പോർട്ടർ തന്റെ മൈൻഡ് വോയിസിൽ പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അകത്ത് കയറി പരിശോധിച്ചപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന തെളിവുകൾ പുറത്തു വരുന്നത്. ഈ മനുഷ്യന്മാർ അതൊക്കെ കണ്ടെത്തി സംസാരിക്കുന്നതിന് മുന്നേ നമ്മൾ ബുദ്ധിമാനിയായ ബ്രൗൺ അല്ലെങ്കിൽ ലില്ലി ആ വിൻഡോയിലൂടെ ഒളിഞ്ഞു നോക്കി ആ തെളിവുകളെല്ലാം തന്റെ മനസ്സിൽ നോട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. ആ കാരവാന്റെ ഉള്ളിൽ 2 ആൽക്കഹോൾ ഗ്ലാസുകൾ ഇരിപ്പുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴേ ബ്രൗണിക്ക് കാര്യം വ്യക്തമായി. ആ പാതിരാത്രിയിൽ ജോർജിനെ കാണാൻ ആരോ ഒരാൾ വന്നിട്ടുണ്ട്. അവർ ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയും മദ്യപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് അവിടെയുള്ള ആ ഫുട് പ്രിന്റ് അല്ലെങ്കിൽ കാൽപ്പാടുകൾ ശ്രദ്ധിക്കുന്നത്. വന്നയാൾ ജോർജുമായി വഴക്കിട്ട് അദ്ദേഹത്തെ വെളിയിലേക്ക് വലിച്ചിറക്കി കൊന്ന് കാൽപ്പാടുകൾ ബാക്കി വെച്ച് പോയതാണെന്ന് റിപ്പോർട്ടർ പോലീസിന് വിവരിച്ചു കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ഡിറ്റക്ടീവ് ലില്ലി ആ കൊലപാതകയുടെ വഴി കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. റിപ്പോർട്ടർ ആ തെളിവുകളൊക്കെ നിരത്തിയിട്ടും ആ മണ്ടൻ പോലീസുകാരൻ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. പുള്ളി വളരെ കടുപ്പത്തിൽ പറഞ്ഞു, ഇതിലൊരു ദുരൂഹതയുമില്ല, ഇത് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചത് തന്നെയാണ്, വേറെ ഒന്നും ഇതിൽ എഴുതി ചേർക്കേണ്ടതില്ല എന്നും പറഞ്ഞ് പോലീസ് വണ്ടി കയറി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. പോലീസ് പോയത് നമ്മളുടെ ബ്രൗണി അല്ലെങ്കിൽ ലില്ലി നേരെ ഓടിച്ചെന്ന് മറ്റേ സെബാസ്റ്റ്യനോട് കാര്യങ്ങളെല്ലാം വിവരിച്ച് പറയുന്നുണ്ട്. പക്ഷെ അത് കേട്ട് അവൻ ചോദിക്കുകയാണ്, എടി ബ്രൗണി, പോലീസ് തന്നെ ഇത് വെറും ഒരു അറ്റാക്ക് ആണെന്ന് പറഞ്ഞു പോയില്ലേ, നീ എന്തിനെങ്ങനെയൊക്കെ ആലോചിക്കുന്നത്? അപ്പോഴാണ് നമ്മളുടെ ലില്ലി തന്റെ ബുദ്ധിശക്തി മുഴുവൻ പുറത്തെടുത്ത് ആ ഞെട്ടിക്കുന്ന തിയറി അവനോട് പറയുന്നത്, എടാ നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്, അവിടെ വേറെ രക്തത്തിന്റെ പാടുകളൊന്നുമില്ല, ശരിയാണ്, പക്ഷെ അവിടെ വേറൊരാൾ വന്നിട്ടുണ്ടായിരുന്നു. 2 മദ്യ ഗ്ലാസുകൾ ഞാൻ ആ കാരവാന്റെ ഉള്ളിൽ കണ്ടതാണ്. ആരോ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ആ രാത്രി ജോർജിനെ കാണാൻ വന്നത്. ജോർജ് അയാൾക്ക് കുടിക്കാൻ മദ്യമൊക്കെ ഒഴിച്ചു കൊടുത്തു. ആ സമയം നോക്കി വന്നയാൾ ജോർജിന്റെ മദ്യത്തിൽ മാരകമായ എന്തെങ്കിലും വിഷം കലക്കിയിരുന്നെങ്കിലോ ആ വിഷം ഉള്ളിൽ ചെന്ന് ആ മഴയത്ത് ശ്വാസം കിട്ടാതെ പിടഞ്ഞ് ജോർജ് കാരവാന്റെ വെളിയിലേക്ക് ഓടി വന്നതാകാം. വായുവിന് വേണ്ടി പിടയുമ്പോൾ വേദന സഹിക്കാൻ വയ്യാതെ അവിടത്തെ പുല്ലുകളിലൊക്കെ പച്ച പുല്ല് പറിച്ച് വലിച്ച് മരിച്ചത് കൊണ്ടാകാം പുള്ളിയുടെ കയ്യിൽ ആ പച്ചയും നീലയും നിറത്തിലുള്ള പാടുകൾ പറ്റിയത്. ബ്രൗണിയുടെ ആ ഒരു കിടലൻ തിയറി കേട്ട് നമ്മൾ സെബാസ്റ്റ്യൻ പോലെ ഒരു നിമിഷം അമ്പരന്ന് പോയി. എന്നിട്ട് ബ്രൗണി സെബാസ്റ്റ്യൻ പറഞ്ഞതുപോലെ തന്നെ പറയുകയാണ്, നമ്മുടെ സ്വന്തം മക്കളെ പോലെ നോക്കിയ നമ്മുടെ മാസ്റ്ററാണ് അവിടെ ചത്തു കിടക്കുന്നത്. അദ്ദേഹത്തെ ഇത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് ഇവിടെ ദേഷ്യപ്പെട്ടത് നീയല്ലേ സെബാസ്റ്റ്യൻ? അങ്ങനെയുള്ള നമ്മുടെ മാസ്റ്റർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടേ? ഇതങ്ങനെ വെറുതെ വിടാനുള്ളതല്ല, നമ്മൾ മറന്നു കളയേണ്ട കാര്യവുമല്ല. അവൻ അവളെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞാടാ, അടി ബ്രൗണി, നിനക്ക് ഇതെന്ത് പറ്റി? നീ ഒന്ന് ആലോചിച്ചു നോക്കി. ഈ മനുഷ്യന്മാരുടെ ഇടയിൽ ഏറ്റവും മന്ദബുദ്ധികളായ ഒരു ജീവവർഗമായിട്ടാണ് നമ്മൾ ആളുകളെ അവർ കാണുന്നത്. നമ്മളാണോ ഇനി ഇവിടെ നടക്കാൻ പോകുന്ന വലിയ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പോകുന്നത്? ഈ ബാക്കിയുള്ള പൊട്ടൻ ആടുകളെയും കൂട്ടി നീ ഇവിടെ കേസ് അന്വേഷിക്കാൻ ഇറങ്ങി എന്നെ കൂടി ചിരിപ്പിക്കാതെ നിന്റെ കാര്യം നോക്കി പോടി. പക്ഷെ നമ്മുടെ ഡിറ്റക്ടീവ് ബ്രൗണിനെ തോറ്റു കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ഞാനിത് തെളിയിക്കുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് അവൾ ബാക്കി ആടുകളെയും കൂട്ടി ആ പുൽപ്പാടം മുഴുവൻ വട്ടമിട്ട് തെളിവുകൾ തപ്പാൻ തുടങ്ങി. കുറെ നേരം പരതിയിട്ട് മാർക്കും ഒന്നും കിട്ടിയില്ല. അവസരം ബ്രൗണി അല്ലെങ്കിൽ ലില്ലി എല്ലാ ആടുകളെയും ഒരുമിച്ച് കൂട്ടി നിർത്തിക്കൊണ്ട് ചോദിച്ചു, നിങ്ങൾ ആരും തെളിവ് തിരഞ്ഞു നിൽക്കേണ്ട, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം കറക്റ്റായി മറുപടി തന്നാൽ മതി. ഇന്നലെ രാത്രി ആ മഴയത്ത് ഇവിടെ എന്തെങ്കിലും വിചിത്രമായി നടക്കുന്നത് അല്ലെങ്കിൽ നടന്നത് ആരെങ്കിലും കണ്ടിരുന്നോ? അപ്പോഴാണ് കൂട്ടത്തിലെ ആ ഒരു മാപ്പിൾ അല്ലെങ്കിൽ ഓവർ തിങ്കറായ ആട് പതുക്കെ മുന്നോട്ട് വന്ന് ആ രഹസ്യം വെളിപ്പെടുത്തുന്നത്. എടി, ഇന്നലെ രാത്രി ശക്തമായ ഇടിമിന്നലിനിടയിൽ ഞാൻ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും കണ്ണു തുറന്നിരുന്നു. അപ്പോൾ ദാ നിൽക്കുന്നു നമ്മുടെ സെബാസ്റ്റ്യൻ ഒറ്റയ്ക്ക് ആ മലമുകളിൽ കയറി നിൽക്കുകയാണ്. ഞാനത് കണ്ടു. അത് കേട്ടതും ആ കൂട്ടത്തിലെ ബാക്കിയുള്ള പൊട്ടൻ ആടുകളെല്ലാം കൂടെ ഒരൊറ്റ വേളം, അതാ അപ്പൊ ഇവൻ തന്നെയാണ് കൊലപാതകി, ഇവനാണ് രാത്രി വന്ന് നമ്മുടെ മാസ്റ്ററായ ജോർജിനെ കൊന്നത് എന്ന് പറഞ്ഞ് എല്ലാ എണ്ണവും കൂടെ സെബാസ്റ്റ്യന് നേരെ കുറ്റം ആരോപിച്ച് തിരിയാൻ തുടങ്ങി. അത് കണ്ട് നമ്മുടെ സെബാസ്റ്റ്യന് ദേഷ്യം വന്നു. അവൻ ആ പൊട്ടന്മാരെ നോക്കി വായടുപ്പിക്കുന്ന മറുപടി കൊടുത്തു, അവിടെ പോങ്ങന്മാരെ, ഞാൻ നിങ്ങളെപ്പോഴും ഒരൊറ്റ ആടാണ്. ഞാൻ പോയി ആ കൊലപാതകയെ വിളിച്ചു വരുത്തി ഞാൻ ഇവിടെ നേരെ കാരവാനിൽ വന്ന് എന്റെ ഈ ഉരുണ്ട കൈ വെച്ച് ആ ഗ്ലാസ്സിൽ വിഷം ഒഴിച്ച്
കലക്കി അവനെ കൊന്നില്ലേ, എന്തുവാടാ നീ പറയുന്നത്? എന്നിട്ട് അവൻ നേരെ ബ്രൗണിയെ നോക്കി ആ വലിയ ചോദ്യം ചോദിക്കുകയാണ്. എടി ലില്ലി, നിനക്ക് കുറച്ചെങ്കിലും വിവരവും ബുദ്ധി ഉണ്ടെങ്കിൽ ഈ കാണുന്ന മന്ദബുദ്ധികളായ പൊട്ടന്മാരെ വെച്ചോണ്ടാണോ നീ ഈ നാട്ടിലെ കൊലപാതകയെ കണ്ടുപിടിക്കാൻ ഇറങ്ങുന്നത്? ആടുകൾ തമ്മിൽ തർക്കിച്ചു നിൽക്കുന്ന ആ സമയത്തേക്കാണ് ആ കൂട്ടത്തിൽ എല്ലാവരും മാറ്റി നിർത്തിയിരുന്ന വിന്റർഷിപ്പ് അങ്ങോട്ടേക്ക് വരുന്നത്. വന്നിട്ട് ആ കുഞ്ഞ് ഒരു കെട്ടിക്കുന്ന കാര്യം വെളിപ്പെടുത്തുകയാണ്. ഇന്നലെ രാത്രി ആ കനത്ത മഴയത്ത് നമ്മുടെ ജോർജിന്റെ ആത്മാവ് ആ ക്യാരവലിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോകുന്നത് ഞാൻ കണ്ടിരുന്നു. ജോർജിന്റെ അതേ സ്മെല്ലും രൂപവുമായിരുന്നു ആ സോളിൽ ഉണ്ടായിരുന്നത് എന്ന് ആ കുട്ടി വിളിച്ച് പറയുകയാണ്. ശരിക്കും ആ രാത്രിയിൽ ടോർച്ച് പഠിച്ച് ഉൾപ്പാടത്തിലൂടെ പോയ ആ രൂപത്തെയാണ് ഈ കുഞ്ഞ് ജോർജിന്റെ ആത്മാവായി തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. പക്ഷെ ആ കുഞ്ഞാണ് അത്രയും വലിയൊരു തെളിവ് പറഞ്ഞിട്ട് അവിടെയുള്ള ബാക്കി ആളുകളൊന്നും അത്ര കാര്യമായി എടുക്കുന്നില്ല. അവരത് മൈൻഡ് ചെയ്യാതെ തള്ളിക്കളയുകയാണ്. ശരിക്കും മനുഷ്യരുടെ ഇടയിലുള്ള ജാതിയും മതവും പോലുള്ള വിവേചനങ്ങൾ ജനിച്ച സീസൺ വെച്ച് സിംബോളിക് ആയിട്ട് കാണിച്ച് തരികയാണ്. വിന്റർ സീസണിൽ ജനിച്ചവരായതുകൊണ്ട് മാത്രം ആ കുഞ്ഞിന്റെ വാക്കുകൾക്ക് ബാക്കിയുള്ളവർ വില കൊടുക്കുന്നില്ല. എങ്കിലും ആ കുഞ്ഞ് എന്താണ് പറയുന്നതെന്നുള്ള ഒരു ചെറിയ ക്യൂരിയോസിറ്റി ബ്രൗണിക്കും ബാക്കിയുള്ളവർക്കും ഉള്ളിൽ ഉണ്ടായിരുന്നു. ആ കുഞ്ഞു പറഞ്ഞ ആ സോളിൻ രഹസ്യത്തെ കുറിച്ച് അവർ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ദൂരെ ആ ടൗണിൽ ചർച്ചിൽ നിന്നും വല്ലാത്തൊരു ശബ്ദത്തിൽ ആ പള്ളിമണി മുഴങ്ങാൻ തുടങ്ങുന്നത്. ആ പാതിരാത്രിയിൽ ജോർജ് കടം വീട്ടാൻ ചെന്ന ആ ചർച്ച്, ആ പള്ളിമണി കേട്ടതും ആളുകളുടെ ഒരേ സമയം ആ ടൗണിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണ്. അങ്ങോട്ടേക്ക് നോക്കിയപ്പോഴാണ് ആളുകൾക്ക് കാര്യം മനസ്സിലായത്. ആ പള്ളിമണി മുഴങ്ങുന്നത് മറ്റൊന്നിനുമല്ല, നമ്മുടെ ജോർജിന്റെ മരണവിവരം അദ്ദേഹത്തിന്റെ അടക്കത്തിനുള്ള സമയവും നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയായിരുന്നു. അത് കേട്ടാൽ നമ്മുടെ ധൈര്യശാലിയായ സെബാസ്റ്റ്യൻ ഈ ടൗണിലേക്ക് പോകാൻ റെഡിയായി. ജോർജിന് അവസാനമായ ഒരു നോക്ക് കാണണം, ഒപ്പം കൊലപാതകയെ കണ്ടെത്തണം. അവൻ ഇറങ്ങുന്നത് കണ്ട് നമ്മുടെ ലില്ലിയും സൈലന്റും പറഞ്ഞു, ഞങ്ങൾ നിന്റെ കൂടെ വരാം. ഇത് കേട്ട് സെബാസ്റ്റ്യൻ ചോദിക്കുകയാണ്, എന്താടാ ടൗണിലേക്കൊക്കെ വരാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? നിങ്ങൾക്ക് അതിനുള്ള ധൈര്യമുണ്ടോ? അതിന് ലില്ലി കൊടുക്കുന്ന മറുപടി ഇതായിരുന്നു, ഇത് നമ്മളെ ജീവനത്തിലും സ്നേഹിച്ച നമ്മുടെ മാസ്റ്ററിന് വേണ്ടിയല്ലേ. നിനക്ക് മാത്രമല്ല സെബാസ്റ്റ്യൻ ധൈര്യമുള്ളത്, ഞങ്ങൾക്കുമുണ്ട് ധൈര്യം. അങ്ങനെ ആ 3 ആളുകളും കൂടെ ജോർജിന്റെ ബോഡി വെച്ചിരിക്കുന്ന ആ പള്ളിയുടെ ലക്ഷ്യമാക്കി യാത്ര തിരിക്കുകയാണ്. പക്ഷേ ടൗണിലേക്ക് എത്താറായപ്പോഴാണ് അവർ ആ വലിയ പ്രതിസന്ധി കാണുന്നത്. അവർക്ക് മുന്നിൽ കിടക്കുന്ന വലിയൊരു റോഡ്, വണ്ടികളൊക്കെ ചീറിപ്പാഞ്ഞു പോകുന്ന ആ റോഡ് ക്രോസ് ചെയ്യുക എന്നത് ആളുകളെ സംബന്ധിച്ച് ഏറ്റവും ഭയപ്പെടുന്ന കാര്യമാണ്. നമ്മുടെ ലീഡറായ സെബാസ്റ്റ്യൻ ഒരു കൂസലുമില്ലാതെ കൂളായിട്ട് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെത്തി. പക്ഷെ പുറകെ വന്ന ബ്രൗണിയും സൈലന്റും റോഡിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ പോലും ധൈര്യമില്ലാതെ അവിടെ പേടിച്ച് വിറച്ചു നിൽക്കുകയാണ്. വണ്ടികളുടെ ശബ്ദം കേട്ട് അവർക്ക് മുന്നോട്ട് പോകാനാവുന്നില്ല. ബ്രൗണി അവിടെ മടിച്ചു നിൽക്കുന്നത് കണ്ടത് നമ്മളുടെ സൈലന്റ് ആട് അവർക്ക് വലിയൊരു മോട്ടിവേഷൻ കൊടുക്കുകയാണ്. എടി ബ്രൗണി, പേടിക്കാതെ, ഇത് നമ്മുടെ മാസ്റ്ററിന് വേണ്ടിയാണ്. നമ്മൾ ഇപ്പോൾ ഈ റോഡ് ക്രോസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അദ്ദേഹത്തിന്റെ കൊലപാതകയെ കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. സൈലന്റിന്റെ ആ വാക്കുകൾ കേട്ടതും ബ്രൗണിക്ക് വല്ലാത്തൊരു ഊർജ്ജം കിട്ടുകയാണ്. അവൾ തന്നെ ഉള്ളിലെ പേടിയെല്ലാം മാറ്റിവെച്ച് എങ്ങനെയൊക്കെയോ ആ റോഡ് ക്രോസ് ചെയ്ത് സെബാസ്റ്റ്യനൊപ്പം ചേരുകയാണ്. അങ്ങനെ ഡിറ്റക്റ്റീവ് ആളുകൾ പള്ളിയുടെ ഉള്ളിലേക്ക് നീങ്ങുകയാണ്. റോഡ് ക്രോസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് നമ്മളുടെ സെബാസ്റ്റ്യൻ ബ്രൗണിയോട് ആ ചോദ്യം ചോദിക്കുന്നത്, എടി ബ്രൗണി, നമ്മൾ ടൗണിലേക്കൊക്കെ വരികയാണ്, പക്ഷെ നീ എങ്ങനെയാണ് ഈ കേസ് തെളിയിക്കാൻ പോകുന്നത് എന്ന്. അപ്പോഴാണ് നമ്മളുടെ ലില്ലി തന്റെ ഉള്ളിലെ ഡിറ്റക്റ്റീവ് ബുദ്ധി മുഴുവൻ പുറത്തെടുത്ത് അവന് പറഞ്ഞു കൊടുക്കുന്നത്, സെബാസ്റ്റ്യ, നമ്മുടെ ജോർജ് രാത്രികളിൽ നമുക്ക് ഒരുപാട് ഡിറ്റക്റ്റീവ് നോവലുകളും കഥകളും പറഞ്ഞു തന്നിട്ടില്ലേ? അതിൽ നിന്നൊക്കെ ഞാൻ ഒരു കാര്യം കൃത്യമായി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത്തരം കൊലപാതക കഥകളിൽ എപ്പോഴും 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കാറുണ്ട്. ഒന്നാമത്തെ നിയമം, കൊലപാതകം നടത്തിയ ആ യഥാർത്ഥ കൊലയാളി താൻ ചെയ്ത ക്രൈം സീനിലേക്ക് അല്ലെങ്കിൽ ആ ബോഡി ഇരിക്കുന്ന സ്ഥലത്തേക്ക് എന്തായാലും തിരിച്ചു വരും. രണ്ടാമത്തെ നിയമം, ആ കൊലയാളി അടുത്തതായി ടാർഗറ്റ് ചെയ്യുന്നത് ഈ കേസുമായി ബന്ധമുള്ള മറ്റാരെങ്കിലും ആയിരിക്കും. മൂന്നാമത്തെ നിയമം, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തികച്ചും അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരാളായിരിക്കും കഥയിലേക്ക് കടന്നു വരുന്നത്. നാലാമത്തെ നിയമം, നമ്മൾ എത്രയൊക്കെ വിചാരിച്ചാലും ആ കേസിൽ നമ്മൾ വിചാരിക്കാത്ത എന്തെങ്കിലും ഒരു വലിയ ക്ലൂ നമുക്ക് കിട്ടാതിരിക്കില്ല. ഈ 4 കാര്യങ്ങൾ വെച്ച് ഞാൻ ആ കൊലപാതകയെ കൂട്ടും, ബ്രൗണി ഉറപ്പിച്ച് പറയുകയാണ്. അങ്ങനെ സംസാരിച്ച് നമ്മുടെ 3 ഡിറ്റക്റ്റീവ് ആളുകളും ചെന്നെത്തുന്നത് ആ ടൗണിലേക്കാണ്. ജോർജിന്റെ മരണവിവരം അറിഞ്ഞ് ആ ടൗണിലെ ആളുകളെല്ലാം കൂടി വലിയൊരു കൂട്ടമായി അവിടെ ഗ്യാദർ ചെയ്തിട്ടുണ്ട്. ആ ജനക്കൂട്ടത്തിനിടയിലേക്ക് നമ്മുടെ 3 ആളുകളും പതുക്കെ നടന്നു കയറുകയാണ്. അങ്ങനെ ടൗണിലെ ആളുകൾ കൂടി നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് നമ്മുടെ ആളുകൾ നടന്നു ചെന്നപ്പോഴാണ് ഗൈസ് അവിടെ വലിയൊരു ട്വിസ്റ്റ് നടക്കുന്നത്. കേസ് ഒതുക്കി തീർക്കാൻ നോക്കിയ ആ പോലീസുകാരൻ പെട്ടെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് സത്യം തുറന്നു പറയുകയാണ്. ജോർജ് മരിച്ചത് വെറും ഒരു ഹാർട്ട് അറ്റാക്ക് കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ ഉള്ളിൽ മാരകമായ ഏതോ വിഷം ചെന്നിട്ടുണ്ട്. ഏതോ ഒരു വിഷച്ചെടിയുടെ നീര് കലർത്തിയാണ് അദ്ദേഹത്തെ കൊന്നത് എന്ന് പോലീസ് വിളിച്ചു പറയുമ്പോൾ അവിടെ നിന്ന് നാട്ടുകാരെല്ലാം അങ്ങ് ഞെട്ടിത്തരിച്ചു പോവുകയാണ്. അവർ അങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ആഡംബരമുള്ള ഒരു കാർ വന്നിറങ്ങുന്നത്. കാറിന്റെ ഡോർ തുറന്ന് ആദ്യം വെളിയിലേക്ക് വരുന്നത് നമ്മുടെ ജോർജിന്റെ ലോയർ ആണ്. എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ആ കാറിന്റെ ബാക്ക് സീറ്റിലും അടുത്തതായി ഒരാൾ കൂടി ഇറങ്ങുകയാണ്. അത് മറ്റാരുമില്ല, ജോർജ് ജീവന തുല്യം സ്നേഹിച്ച എന്നും കത്തുകൾ എഴുതാറുള്ള പുള്ളിയുടെ സ്വന്തം മകൾ റെബേക്ക ആയിരുന്നു. റെബേക്കയെ കണ്ടതും അവിടെ നിന്ന് ഹോട്ടൽ ഓണറായ ആ പെൺകുട്ടിയുടെ കിളി പാറിപ്പോയി ഗൈസ്. കാരണം ജോർജിന് ഇത്രയും സുന്ദരിയായ ഒരു മകളുണ്ടെന്നോ അവൾ ഇങ്ങോട്ടേക്ക് വരുമെന്നോ ആ ഹോട്ടൽ ഓണർ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൾ അടിച്ചു മാറ്റി വായിച്ചു കയറിയ കത്ത് റെബേക്കുള്ളതായിരുന്നു എന്ന് ഓർക്കുമ്പോൾ അവളുടെ ഉള്ളിൽ വല്ലാതൊരു ഭയം വരികയാണ്. ഈ ഒരു സീൻ കാണുമ്പോൾ നമ്മുടെ ബ്രൗണിക്ക് കാര്യം വ്യക്തമാവുകയാണ്. അവൾ സെബാസ്റ്റ്യനെ നോക്കി കണ്ണടിച്ച് കാണിക്കുകയാണ്. കാരണം അവൾ റോഡിൽ വെച്ച് പറഞ്ഞ 4 നിയമങ്ങളിലെ 3ാമത്തെ നിയമം ഇവിടെ പച്ചയ്ക്ക് നടന്നിരിക്കുകയാണ്. അതായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തികച്ചും അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരാൾ കഥയിലേക്ക് കടന്നു വരും എന്നുള്ള
എന്നുള്ള റൂള്. ആ റെബേക്കയുടെ വരവോടെ കേസ് ഇനി പുതിയൊരു വഴിത്തിരിവിലേക്ക് തിരിയുകയാണ്. വർഷത്തിന്റെ കാര്യം പറഞ്ഞതിന് ശേഷം പോലീസ് അവിടെയുള്ള ഫാമിലിക്ക് വീണ്ടും പോയിരുന്നു. പോയപ്പോഴാണ് തെരച്ചിലിന്റെ ഇടയിൽ ഒരു ലെറ്റർ കിട്ടുന്നത്. പോലീസ് ആ കത്ത് നേരെ ലോയറുടെ കയ്യിൽ കൊടുത്തു. വക്കീൽ ആ കത്ത് തുറന്നു വായിച്ചതും പുള്ളിക്കാരുടെ മുഖം ആകെ മാറി. ആ കത്തിൽ കൃത്യമായി 7 ആളുകളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ മകൾ റെബേക്ക, ആ മുരളൻ പോലീസുകാരൻ, ലോയർ, ചർച്ചിലെ ഫാദർ, വില്ലൻ ഷെപ്പേർഡ് ആൻഡ് ഹോട്ടൽ ഓണറായ പെൺകുട്ടി, ഒപ്പം ആ ഇറച്ചിക്കടക്കാരൻ ബെച്ചർ. അങ്ങനെ ഈ കേസിൽ സംശയമുള്ള എല്ലാവരുടെയും പേരുകൾ അതിലുണ്ടായിരുന്നു. അത് കണ്ടതും ലോയർ പോലീസിനോട് കടുപ്പത്തിൽ പറഞ്ഞു, ഈ കത്തിൽ പേരുള്ള എല്ലാവരും ഉടനെ തന്നെ ഇങ്ങോട്ട് വിളിച്ചെടുത്തു സാറേ. പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ലോയർ അവിടെ വെച്ച് അടുത്തൊരു ബോംബ് കൂടി പൊട്ടിക്കുകയാണ്. പുള്ളി റെബേക്കയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സാധാരണ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ റെബേക്കയ്ക്ക് ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യവും ഇല്ലാത്തതാണ്. ജോർജ് മരിച്ച വരെ മറിഞ്ഞിട്ടാണ് അവൾ വന്നതെങ്കിൽ ഇത്ര പെട്ടെന്ന് അവൾക്ക് ഇവിടെ എത്താൻ കഴിയില്ല. പക്ഷെ ജോർജ് മരിക്കുന്നതിന് തലേ ദിവസം തന്നെ റെബേക്ക രഹസ്യമായി ടൗണിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ലോയർ അത് പറഞ്ഞതും അവിടെ നിന്നവരുടെ എല്ലാം നോട്ടം റെബേക്കയുടെ നേരെയായി. ഗൈസ്, അച്ഛൻ മരിക്കുന്നതിന്റെ തലേ ദിവസം തന്നെ മകൾ അമേരിക്കയിൽ നിന്നും രഹസ്യമായി നാട്ടിലെത്തി എന്ന് പറഞ്ഞാൽ സംഭവം പക്ക ഫിഷി തന്നെയാണ്. ഇതിലെന്തോ വലിയൊരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട്. മനുഷ്യന്മാർ പരസ്പരം സംശയത്തോടെ നോക്കുമ്പോൾ അവിടെ മാറി നിന്ന് ഇതെല്ലാം കേൾക്കുന്നതായിരുന്നു നമ്മളുടെ ഡിറ്റക്റ്റീവ് ബ്രൗണിയും. സൈലന്റ് പരസ്പരം നോക്കി തലയാട്ടുന്നുണ്ടായിരുന്നു. ബ്രൗണി പറഞ്ഞ 4ാമത്തെ നിയമം, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൂ കിട്ടുമെന്നത് ആ ലെറ്ററിന്റെ രൂപത്തിൽ വന്നിരിക്കുകയാണ്. യഥാർത്ഥ കൊലയാളി ആരാണെന്ന് കണ്ടെത്താൻ ആളുകൾക്ക് ഇനി അധികം സമയം വേണ്ടി വരില്ല. അങ്ങനെ ആ കത്തിൽ പേരുള്ള 7 പേരും കൂടി വലിയൊരു മീറ്റിംഗിനായി ആ മുറിക്കുള്ളിൽ ഒരുമിച്ച് കൂടുകയാണ്. ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ലില്ലി സെബാസ്റ്റ്യനും കൂടി ജനലിലൂടെ എത്തി നോക്കിയെങ്കിലും അവർക്ക് കാര്യമായിട്ടൊന്നും കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ബ്രൗണി നമ്മുടെ മാപ്പിളിനെ പറഞ്ഞങ്ങോട്ടേക്ക് വിടുകയാണ്. നീ വേറെ ഏതെങ്കിലും ജനലുണ്ടോ എന്ന് നോക്കി അവിടെ പോയി കാര്യങ്ങളെല്ലാം നിരീക്ഷിക്കാമെന്ന്. എന്നിട്ട് ബ്രൗണി എന്ത് ചെയ്തതെന്നറിയാമോ? ആ വാതിലിന്റെയും ജനലിന്റെയും ഇടയിലുള്ള ഒരു ചെറിയ ക്യാപ്പിലൂടെ തന്റെ വലിയ ചെവി അങ്ങോട്ടേക്ക് കയറ്റി വെച്ച് അകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി ചോർത്തിയെടുക്കാൻ തുടങ്ങി. അകത്ത് നമ്മുടെ ആ ഒരു പോലീസുകാരൻ റെബേക്കയോട് കടുപ്പത്തിൽ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്തുകൊണ്ടാണ് അച്ഛൻ മരിക്കുന്നതിന്റെ തലേ ദിവസം തന്നെ അമേരിക്കയിൽ നിന്നും രഹസ്യമായി നാട്ടിലെത്തിയത്? ഇതിന് അവൾ പറഞ്ഞ മറുപടി വളരെ വിചിത്രമായിരുന്നു. എനിക്ക് നാട്ടിലേക്ക് വരണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ പോകുന്നത്. പക്ഷേ ഞാൻ ഈ ടൗണിലേക്ക് വരുന്നത് അച്ഛൻ മരിച്ച വിവരം അറിഞ്ഞതിന് ശേഷം മാത്രമാണെന്ന്. അവിടെ നമ്മുടെ റിപ്പോർട്ടർ എങ്ങനെയെങ്കിലും ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഒളിപ്പിക്കാൻ വേണ്ടി ഒരു മൂലയിൽ ഒതുങ്ങി ഇരിപ്പുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ പോലീസ് അവളോട് അടുത്ത ചോദ്യം ചോദിച്ചു, നീ ഇപ്പോൾ സിംഗിൾ ആണോ എന്ന്. അത് കേട്ടത് റെബേക്ക വളരെ കൂളായി മുഖത്ത് നല്ലൊരു ചിരിയോടെ പറഞ്ഞു, അയ്യോ ഞാൻ കമ്മിറ്റഡ് ആയിരുന്നു സാർ, പക്ഷെ ഇപ്പോൾ ബ്രേക്കപ്പ് ആയി എന്ന്. ആ സമയം നോക്കി സൈഡ് ഗ്യാപ്പിൽ ഗോൾ അടിക്കാൻ വേണ്ടി നമ്മളെ റിപ്പോർട്ടർ പതുക്കെ റെബേക്കയുടെ അടുത്ത് ചെന്ന് അവളെ ആശ്വസിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ഇത് കണ്ട് ദേഷ്യം വന്ന ലോയർ പറഞ്ഞു, ഹലോ, ഞങ്ങളുടെ ലിസ്റ്റിൽ ഇല്ലാത്ത ഈ പയ്യൻ ആരാണ്? ഇവനെ പിടിച്ച് ആദ്യം വെളിയിലിറക്ക് എന്ന് പറഞ്ഞ് റിപ്പോർട്ടർ അവിടെ നിന്ന് അങ്ങ് ഇറക്കി വിടുകയാണ്. റിപ്പോർട്ടർ വെളിയിലേക്ക് പോയതിനു ശേഷം വക്കീൽ അവിടെയുള്ളവരോട് ആ അടുത്ത ബോംബ് കൂടി പൊട്ടിച്ചു. ജോർജ് റെബേക്ക കൂടാതെ വേറൊരു മകനുണ്ട്, അവൻ ഇപ്പോൾ ദൂരെ വേറെ ഏതോ നാട്ടിലാണെന്ന്. വക്കീലത് പറഞ്ഞിട്ട് ഉടനെ തന്നെ ആ മകനെ ഫോണിൽ വിളിക്കാൻ തുടങ്ങുകയാണ്. കേസ് അന്വേഷിക്കാനിരുന്നവരുടെ മുന്നിലേക്ക് ജോർജ് 2ാമത്തെ അവകാശം കൂടി കടന്നു വരികയാണ്. അവിടെ വെച്ചാണ് ഗൈസ് ആ മീറ്റിംഗ് റൂമിനെ ആകെ നിശബ്ദമാക്കിക്കൊണ്ട് ലോയർ ജോർജ് എഴുതിയ അവസാന കത്ത് ഉറക്കെ വായിക്കാൻ തുടങ്ങുന്നത്. അതിൽ വളരെ വിചിത്രമായ ഒരു കോഡ് ഭാഷയിലാണ് ജോർജ് കാര്യങ്ങൾ എഴുതി വെച്ചിരുന്നത്. വക്കീൽ വായിച്ചു, നിങ്ങൾ ഈ കാണുന്ന 7 പേരുടെ കൂട്ടത്തിൽ ഇതിനകം മരിച്ചുപോയ ഞാനെന്ന വിക്ടിം മാത്രമല്ല ഉള്ളത്. ഇനിയും മരിക്കാൻ പോകുന്ന മറ്റൊരു ഇര കൂടി ഈ കൂട്ടത്തിലുണ്ട്. കൂടാതെ സ്പ്രിംഗും ഉണ്ട്, ഒരു വിന്ററും ഉണ്ട്. അതുമാത്രമല്ല, എന്നെ ചതിച്ച ഒരു യഥാർത്ഥ കില്ലറും നിങ്ങളുടെ ഈ കൂട്ടത്തിലും തന്നെയുണ്ട്. ലോയർ ആ വരികൾ വായിച്ചു നിർത്തിയതും ആ മുറിക്കുള്ളിൽ വല്ലാത്തൊരു ഭീകര അന്തരീക്ഷം പടർന്നു. 2ാമത് മരിക്കാൻ പോകുന്ന ആ അടുത്ത ഇര ആരായിരിക്കും എന്നോർത്ത് അവിടെ ഇരുന്ന ആ 7 പേരും ആകെ ഭയന്നുപോയി. അവർ പരസ്പരം സംശയത്തോടെയും പേടിയോടെയും നോക്കാൻ തുടങ്ങി. അതേസമയം ജനലിന്റെ വെളിയിൽ ചെവി കുറിപ്പിച്ച് കേട്ടതെന്ന് നമ്മുടെ ബ്രൗണിക്കും സെബാസ്റ്റ്യനും കാര്യങ്ങൾ പതുക്കെ വ്യക്തമാവുകയായിരുന്നു. ജോർജ് കത്തിൽ പറഞ്ഞ ആ വിന്റർ സ്പ്രിംഗും മറ്റൊന്നിനെയുമല്ല, ആളുകളുടെ ഇടയിൽ വിന്റർ ഷീപ്പും ബാക്കിയുള്ളവരും ഉള്ളതുപോലെ മനുഷ്യരുടെ ഇടയിലും അങ്ങനെയുള്ള ചില രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ജോർജ് മരിക്കുന്നതിന് മുന്നേ തന്നെ തനിക്ക് വരാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് കറക്റ്റായി പ്രവചിച്ചിട്ടാണ് ആ കത്ത് എഴുതി വെച്ചിരിക്കുന്നത്. വക്കീൽ ആ കത്ത് വായിച്ചു നിർത്തിയതും ആ മുറിക്കുള്ളിൽ വൻ ബഹളമായിരുന്നു. ആരാണ് അടുത്ത ഇര, ആരാണ് ഇതിലെ കൊലയാളി എന്ന് ചോദിച്ച 7 പേര് പരസ്പരം വിരൽ ചൂണ്ടി തല്ലുകൂടാൻ തുടങ്ങി. ഈ സമയം വക്കീൽ പുറത്താക്കിയ നമ്മുടെ റിപ്പോർട്ടർ പയ്യൻ അവിടെ നിന്ന് പോയിട്ടൊന്നുമില്ലായിരുന്നു. അവൻ ആ വാതിലിന്റെ മറയിൽ ഒളിച്ചു നിന്ന് അകത്ത് നടക്കുന്ന ഈ വലിയ ബഹളമെല്ലാം കൃത്യമായി കേൾക്കുന്നുണ്ടായിരുന്നു. അവിടെ ആളുകൾ തല്ലുകൂടുന്നത് കണ്ട് ലോയർ മേശപ്പുറത്ത് ശക്തമായി അടിച്ച് എല്ലാവരെയും ശാന്തരാക്കി. എന്നിട്ട് പുള്ളി തിരിച്ചുകൊണ്ട് പറഞ്ഞു, എടോ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല കാര്യം. ഇതിൽ പറയുന്ന വിക്ടിമും സ്പ്രിംഗും വിന്ററും ഒന്നും വേറെ ആരുമല്ല. ജോർജ് നിങ്ങളിൽ ചിലർക്ക് ഇട്ടിരിക്കുന്ന കോഡ് നാമങ്ങളാണ്, അല്ലെങ്കിൽ കോഡ് നെയിംസ് ആണ്. അവൻ നിങ്ങളെ ഓരോരുത്തരെയും എങ്ങനെയാണ് കണ്ടിരുന്നത് എന്ന് വ്യക്തമാക്കാൻ തന്ന പേരുകളാണത്. അത് കേട്ട് അവിടെയുള്ളവർ ആകെ അമ്പലം നിൽക്കുമ്പോൾ വക്കീൽ ഈ കത്ത് അടുത്ത വരി ഉറക്കെ വായിച്ചു, ഈ കൂട്ടത്തിൽ ഒരു വലിയ മണ്ടനുണ്ട് എന്ന്. അത് വായിച്ചത് വക്കീൽ നേരെ നോക്കിയത് ആരുടെ മുഖത്തേക്കാണോ എന്ന് അറിയാമല്ലോ ഗൈസ്, നമ്മുടെ ആ പോലീസുകാരുടെ മുഖത്തേക്കാണ്. ലോയർ ആ മണ്ടൻ എന്ന് ഉദ്ദേശിച്ചത് മറ്റാരെയുമല്ല, ഈ കേസ് വെറും ഒരു ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറഞ്ഞ് ആദ്യം ഒതുക്കി തീർക്കാൻ നോക്കിയ ആ പോലീസുകാരനെ ആയിരുന്നു. ജോർജിന്റെ കണ്ണിൽ ഈ നാട്ടിലെ ഏറ്റവും വലിയ മണ്ടൻ ആ പോലീസായിരുന്നു. വക്കീൽ അത് പറഞ്ഞതും അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവരുടെ മുന്നിൽ വെച്ച് പോലീസുകാരുടെ കിളി മാറി. പുള്ളി ആകെ നാണം കെട്ടുപോയി. പോലീസുകാരനെ മണ്ടൻ എന്ന് വിളിച്ച സ്ഥിതിക്ക് ഇനി ആ കത്തിലെ ബാക്കി പേരുകൾ ആർക്കും ഇട്ടതാണ്
എന്ന് അറിയാൻ എല്ലാവർക്കും വല്ലാത്തൊരു ക്യൂരിയോസിറ്റി ആയി. ജനലിന്റെ വെളിയിൽ ഇതൊക്കെ കേട്ടുന്ന നമ്മുടെ ബ്രൗണിയും സെബാസ്റ്റ്യനും വരെ ആ കത്തിന്റെ ബാക്കി രഹസ്യ പേരുകൾ കേൾക്കാൻ വേണ്ടി ചെവി കുറിപ്പിച്ച് നിൽക്കുകയാണ്. ആ കോഡ് പേരുകൾക്ക് ശേഷം ലോയർ ജോർജ് എഴുതി വെച്ചിരുന്ന ആ വലിയ സ്വത്ത് വിവര ആധാരം ഉറക്കെ വായിക്കാൻ തുടങ്ങി. അത് കേട്ടപ്പോഴാണ് അവിടെ ഉള്ളവർക്ക് ശരിക്കും ബോധം കെടാൻ പോയത്. വക്കീൽ വായിച്ചു, എന്റെ മരണശേഷം എന്റെ ഈ 300 ഏക്കർ വരുന്ന വലിയ ഭൂമിയും അതിലുള്ള ഈ ഷീപ്പ് ഫാമും ബാക്കി എല്ലാ സ്വത്തുക്കളും കൂടെ എന്റെ മകളായ റെബേക്കയ്ക്ക് തുല്യമായി അവകാശപ്പെട്ടതാണ്. കൂടാതെ എന്റെ മകൻ പീറ്ററിനും ഇതിൽ തുല്യ പങ്കുണ്ട്. അതുമാത്രമല്ല എന്റെ ഫാമിലുള്ള പ്രിയപ്പെട്ട ആളുകളെല്ലാം നോക്കാൻ വേണ്ടി ഒരു വലിയ തുക ഞാൻ അനിമൽ വെൽഫെയർ ചാരിറ്റിക്ക് എഴുതി വെക്കുകയാണ്. ഇത്രയും വായിച്ചതിന് ശേഷം ലോയർ ജോർജിന്റെ ബാങ്ക് അക്കൗണ്ടിലുള്ള ആ തുക എത്രയാണെന്ന് വെളിപ്പെടുത്തുകയാണ്. അവിടെ ഉണ്ടായിരുന്ന 7 പേരും ഒരൊറ്റ ഞെട്ടൽ. കാരണം ആ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് വെറും ഒരു സാധാരണ തുകയല്ല, $30 മില്യൺ ആയിരുന്നു ആ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്. ഒരു സാധാരണ ആട്ടിന്റെ കയ്യിൽ ഇത്രയും കോടികളുടെ പണം എങ്ങനെ വന്നു? പുള്ളിക്ക് എവിടെ നിന്ന് കിട്ടി ഇത്രയും വലിയ നിധി? അത് കേട്ടതും ആ മുറിയിലുണ്ടായിരുന്ന വില്ലൻ ഷെപ്പേർഡിന്റെയും കശാപ്പുകാരന്റെയും ഒക്കെ കണ്ണുകൾ അത്യാഗ്രഹം കൊണ്ട് തിളങ്ങാൻ തുടങ്ങി. ജനലിന്റെ വെളിയിൽ നിന്നും ഇതെല്ലാം കേട്ട് നമ്മുടെ ബ്രൗണിയും സെബാസ്റ്റ്യനും ആകെ അമ്പരന്ന് പോയി. കാരണം തങ്ങളുടെ യജമാനൻ വെറും ഒരു പാവം ഇടയനല്ല, ഒരു വലിയ കോടീശ്വരനായിരുന്നു എന്ന് അവർക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇത്രയും വലിയൊരു തുക ഉള്ളത് കൊണ്ട് തന്നെ ജോർജിന്റെ മരണം ഒരു വെറും കൊലപാതകമല്ല, ഈ കോടികളുടെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി നടത്തിയ വലിയൊരു ഇൻസൈഡർ ഗെയിം ആണെന്ന് നമ്മുടെ ഡിറ്റക്റ്റീവും ബ്രൗണിക്ക് ഉറപ്പായി. ആ കോടികളുടെ പണം എവിടെ നിന്ന് വന്നു എന്ന് ആ മുറിയിലുള്ളവർ ആലോചിച്ച് അന്തം വിട്ട് നിൽക്കുമ്പോഴാണ് ലോയർ ആ അടുത്ത രഹസ്യം വെളിപ്പെടുത്തുന്നത്. നമ്മുടെ ജോർജ് വെറും ഒരു ആട്ടിടെ മാത്രമല്ലായിരുന്നു, പുള്ളി ഒരു കിടിലൻ സയന്റിസ്റ്റ് കൂടെയായിരുന്നു. നമ്മൾ ആദ്യം കണ്ട ഒരു വയസ്സായ ആളുണ്ടല്ലോ, ആ ആടിനെ ഒഴിച്ചു കൊടുത്തിരുന്ന നീല മരുന്നുണ്ടല്ലോ, ബ്ലൂ മെഡിസിൻ, അത് ജോർജ് സ്വന്തമായി ഗവേഷണം ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഒരു അത്ഭുത മരുന്നായിരുന്നു. പ്രായമായവർക്കും രോഗികൾക്ക് ആശ്വാസം നൽകുന്ന ആ നീല മരുന്നിന്റെ ഫോമുല ലോകത്തിലെ വലിയ വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ കോടികൾ നൽകിയാണ് ജോർജിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. അങ്ങനെ ആ മരുന്ന് വിറ്റ് കിട്ടിയ വമ്പൻ തുകയാണ് $30 മില്യൺ ജോർജ് തന്റെ അക്കൗണ്ടിൽ സൂക്ഷിച്ചിരുന്നത്. വക്കീൽ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുമ്പോൾ ജനലിന് വെളിയിൽ ചെവി കുറിപ്പിച്ച് നിന്നിരുന്ന നമ്മളുടെ ബുദ്ധിമാനായ ബ്രൗണിയുടെ തലയിൽ പെട്ടതൊരു വലിയ ലൈറ്റ് കത്തുകയാണ്. അവൾ അവിടെ നിന്ന് കാര്യങ്ങൾ ഒന്നുകൂടി കൂട്ടി വായിക്കാൻ തുടങ്ങി. ഈ കോടികളുടെ സ്വത്ത് സ്വന്തമാക്കാൻ വേണ്ടി അമേരിക്കയിലായിരുന്ന മകൾ റെബേക്ക തന്നെയാണോ അച്ഛൻ മരിക്കുന്നതിന്റെ തലേ ദിവസം രഹസ്യമായി ഇവിടെ എത്തി അദ്ദേഹത്തെ വിഷം കൊടുത്ത് കൊന്നത്? അച്ഛൻ മരിച്ചിട്ട് ഒരു സങ്കടവും ഇല്ലാതെ തിരിച്ചു നിന്ന റെബേക്കയുടെ മുഖം ബ്രൗണിയുടെ മനസ്സിലാക്കി വീണ്ടും ഓടിയെത്തി. ഈ $30 മില്യൺ ഇപ്പോഴേ കൈക്കലാക്കാൻ വേണ്ടി സ്വന്തം മകൾ തന്നെ അച്ഛന് തീർത്തതാണോ? ബ്രൗണിയുടെ സംശയം ഇപ്പോൾ 100% റെബേക്കയുടെ നേരെ തിരിഞ്ഞിരിക്കുകയാണ്. പക്ഷെ ആളുകൾക്ക് സംസാരിക്കാൻ കഴിയില്ലല്ലോ. ഈ വലിയ സത്യം ബ്രൗണി എങ്ങനെയായിരിക്കും ബാക്കിയുള്ളവരുടെ മുന്നിൽ തെളിയിക്കാൻ പോകുന്നത്? മാപ്പിൾ ഷീപ്പ് ആണെങ്കിൽ എവിടെയാണെന്ന് അറിയാമോ? അവൻ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാൻ പോയതായിരുന്നു. പക്ഷെ പെട്ടെന്ന് പുള്ളിക്ക് വൻ വിശപ്പ്. അപ്പോഴാണ് അവിടെയുള്ള ഒരു ഫെൻസിന്റെ അല്ലെങ്കിൽ വേലിയുടെ ഉള്ളിൽ നല്ല ഫ്രഷ് ക്യാരറ്റ് ഇരിക്കുന്നത് അവൻ കണ്ടത്. ആ ക്യാരറ്റ് കടിച്ചു തിന്നാൻ വേണ്ടി വേലിയുടെ ഇടയിലേക്ക് തലയിട്ടുന്ന തലത അതിനുള്ളിൽ കുടുങ്ങിപ്പോയി. തല വെളിയിലെടുക്കാൻ പറ്റാതെ അവൻ അവിടെ കിടന്ന് വല്ലാത്ത ബഹളം വയ്ക്കാൻ തുടങ്ങി. ഒടുവിൽ വലിഞ്ഞ് പുറകോട്ട് ഇറങ്ങാൻ നോക്കിയതും നേരെ പോയി അവിടെ ഉണക്കട്ടിട്ടിരുന്ന ഒരു വലിയ തുണിയിലേക്കാണ് ഇടിച്ചത്. ആ തുണി മൊത്തത്തോടെ അന്ന് നമ്മുടെ മാപ്പിളിന്റെ മുഖം അങ്ങോട്ടേക്ക് മൂടി. മുഖം മൂടിയതോടെ കണ്ണ് കാണാതെ പേടിച്ചു പോയ മാപ്പിള് ജീവനം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പായാൻ തുടങ്ങി. നേരെ ചെന്ന് ഇടിച്ചത് ആ കേസ് അന്വേഷിക്കുന്ന പോലീസുകാരുടെ നെഞ്ചത്തേക്കാണ്. പോലീസിൽ അങ്ങോട്ടേക്ക് തെറിപ്പിച്ച് വീഴ്ത്തിക്കൊണ്ട് മാപ്പിള് പാഞ്ഞു കയറിയത് നേരെ എങ്ങോട്ടേക്കാണെന്ന് അറിയാമോ? ആ 7 പേരിരുന്ന് വലിയ സ്വത്ത് തർക്കം നടത്തുന്ന ആ മീറ്റിംഗ് റൂമിന്റെ ഉള്ളിലേക്കാണ്. തുണി മുഖത്തിട്ട് ഒരു ഭ്രാന്തനെ പോലെ പാഞ്ഞുകൊണ്ടുന്ന സൈലന്റ് അവിടുത്തെ മേശയും കസേരയും എല്ലാം അടിച്ചു പൊളിച്ചു. ആ വലിയ ബഹളത്തിനിടയിൽ മേശപ്പുറത്തിരുന്ന വക്കീലിന്റെ ഫയലിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട ലെറ്റർ പതുക്കെ തറയിലേക്ക് വീണു. പക്ഷെ ആ ആടിന്റെ ബഹളം കാരണം അവിടെ ഉണ്ടായിരുന്ന മനുഷ്യന്മാരോ വിൻഡോയ്ക്ക് വെളിയിലുണ്ടായിരുന്ന ആടുകളോ ആ കത്ത് തറയിൽ വീണ കാര്യം ശ്രദ്ധിച്ചതേ ഇല്ല. അവസാനം പോലീസ് വക്കീലും ഒക്കെ കൂടി പാടുപെട്ട് ആടിനെ തല്ലിപ്പിടിച്ച് വെളിയിലേക്ക് ഇറക്കി വിട്ടു. വെളിയിലെത്തിയ സൈലന്റിന്റെ അടുക്കളിലേക്ക് നമ്മുടെ ബ്രൗണിയും സെബാസ്റ്റ്യനും ഓടിയെത്തി. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ജോർജിന്റെ ശത്രുവായ ആ ഷെപ്പേർഡ് ദേശത്തോടെ മുന്നോട്ട് വരുന്നത്. വന്നിട്ട് പോലീസിനോട് ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ഭ്രാന്തൻ ആളുകളൊക്കെ ഇനിയും ഇവിടെ നിർത്താൻ പറ്റില്ല സാറേ. ഇതിന്റെ പുതിയ ഉടമസ്ഥാനാണെന്ന് വെച്ചാൽ അവർക്കെതിരെ ഉടനെ തന്നെ കംപ്ലൈന്റ് കൊടുക്കണം. ഇവറ്റകളെ ഇവിടെ ഒന്ന് അടിച്ചോട്ടിക്കണം. ആ ഷെപ്പേർഡ് ആളുകളെ അവിടെ മാറ്റം വല്ലാതെ ധൃതി കൂട്ടുകയാണ് ഗായ്സ്. ആടുകൾ ഉണ്ടാക്കിയ വലിയ ബഹളമെല്ലാം കഴിഞ്ഞ് ആകെ ടെൻഷൻ അടിച്ച് തല പുകഞ്ഞ് നിൽക്കുകയാണ് ഗായ്സ് നമ്മുടെ ആ ഒരു പോലീസുകാരൻ. ജോർജ് തന്റെ കത്തിൽ പറഞ്ഞതുപോലെ തന്നെ പുള്ളിക്ക് ഈ കേസിനെ കുറിച്ച് ഒരു കുന്തവും അറിയുന്നുണ്ടായിരുന്നില്ല. ഒന്നിനും ഒരു കഴിവില്ലാത്ത വലിയ ബുദ്ധിയൊന്നുമില്ലാത്ത ആ പോലീസുകാരൻ ആകെ അന്തം വിട്ട് ഇനി ഈ കേസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, എങ്ങനെ തെളിയിക്കും എന്നറിയാതെ വിയർത്ത് കുളിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ റിപ്പോർട്ടർ പയ്യൻ വീണ്ടും അങ്ങോട്ടേക്ക് സീലിലേക്ക് വരുന്നത്. ലോയർ റൂമിൽ നിന്ന് പുറത്താക്കിയിട്ടും പുള്ളി അവിടെ തന്നെ വട്ടമിട്ട് നടക്കുകയായിരുന്നു. പോലീസുകാരുടെ ആ കൺഫ്യൂഷൻ കണ്ടതും റിപ്പോർട്ടർ പതുക്കെ പുള്ളിയോട് അടുത്ത് ചെന്ന് പറഞ്ഞു, സാർ നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട, ഈ കേസ് തെളിയിക്കാൻ ഞാൻ സാറിനെ സഹായിക്കാം. നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാം സാറേ. അങ്ങനെയാണെങ്കിൽ ഈ കൊലപാതകി ആരാണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അതുവരെ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന ആ പോലീസുകാരൻ റിപ്പോർട്ടറുടെ ആ ഒരു ഓഫർ കേട്ടപ്പോൾ വലിയൊരു ആശ്വാസമായി ഗൈസ്. പുള്ളി തന്റെ ഉള്ളിലെ മണ്ടത്തരമാനും കാണാതിരിക്കാൻ വേണ്ടി വളരെ ഗൗരവത്തിൽ ഭാവം നടിച്ചുകൊണ്ട് റിപ്പോർട്ടറുടെ ആ ഡീൽ അങ്ങ് സമ്മതിച്ചു. ശരി, നീ പറഞ്ഞത് കൊള്ളാം, നമുക്ക് ഒരുമിച്ച് കേസ് അന്വേഷിക്കാമെന്ന്. അങ്ങനെ ആ നാട്ടിലെ ഏറ്റവും വലിയ മണ്ടനായ പോലീസുകാരനും ഒരു ബ്രേക്കിംഗ് ന്യൂസിന് വേണ്ടി നടക്കുന്ന സ്മാർട്ട് റിപ്പോർട്ടർ കൂടെ ഒരൊറ്റ ടീമായി മാറിയിരിക്കുന്നു. ഇതൊക്കെ ദൂരെ നിന്ന് മാറി നിന്ന് കാണുകയായിരുന്നു നമ്മുടെ ലില്ലിക്കും സെബാസ്റ്റ്യനും കാര്യങ്ങൾ വ്യക്തമായി. അങ്ങനെ വലിയ ചർച്ചകൾക്കും ബഹളങ്ങൾക്കും ഒടുവിൽ ആ പകൽ കടന്നുപോയി. ഇപ്പോൾ പക്ക രാത്രിയായിരിക്കുകയാണ്. ഫാമിലി പുൽപ്പാടത്ത് നമ്മുടെ ആളുകളെല്ലാം കൂടെ വലിയൊരു കൂട്ടമായി ഒരുമിച്ച് കൂടി നിൽക്കുകയാണ്. ജോർജിന്റെ വേർപാടും ടൗണിൽ കണ്ട കാര്യങ്ങളും ഓർത്ത് ഓരോ ആളുകളും വല്ലാത്തൊരു സങ്കടത്തിലായിരുന്നു. അവർ അങ്ങനെ നിൽക്കുമ്പോഴാണ് ദൂരെ പുൽപ്പാടത്തിലൂടെ അതൊക്കെ നടന്നു വരുന്ന ആ രൂപത്തെ അവർ കാണുന്നത്. അത് മറ്റാരുമല്ല, ജോർജിന്റെ
മകൾ റെബേക്കയായിരുന്നു. ആളുകളുടെ കണ്ണിൽപ്പെടാതെ അവൾ രാത്രിയിൽ ആ ഫാമിലേക്ക് തടിച്ചെത്തുകയാണ്. റെബേക്ക വരുന്നത് കണ്ടതും ആ കൂട്ടത്തിൽ നിന്നും നമ്മുടെ ആ കൊച്ചു വിന്റർ ആട് പതുക്കെ അവളുടെ അടുത്തേക്ക് ചെന്നു. റെബേക്ക വിന്റർ ആടിനെ കണ്ടത് വല്ലാത്തൊരു സ്നേഹത്തോടെ അതിനെ കൈകളിലേക്ക് കോരിയെടുത്തു. അവൾ ആ ആടിനെ എടുത്ത് തലോടുന്നത് ദൂരെ മാറി നിന്ന് നോക്കുകയായിരുന്നു നമ്മുടെ ബ്രൗണിയും സെബാസ്റ്റ്യനും. റെബേക്ക തന്നെയാണ് കൊലയാളി എന്ന് ബ്രൗണി ഉറപ്പിച്ചു നിൽക്കുന്ന സമയത്താണ് ആ കൂട്ടത്തിൽ നിന്നും ഒരുപാട് പഞ്ഞിക്കെട്ടുകൾ പോലെയുള്ള രോമങ്ങളുള്ള ആ ഒരു ആട് പതുക്കെ മുന്നോട്ട് വരുന്നത്. എന്നിട്ട് പറയുകയാണ്, ഈ കുട്ടിയുടെ അടുത്ത് നിന്ന് വരുന്നത് മറ്റാരുടെ മണമല്ല, നമ്മളെ ജീവന് വലിയ സ്നേഹിച്ച് നമ്മൾ ജോർജിന്റെ അതേ മണമാണ്. ആ പഞ്ഞിക്കെട്ടുള്ള ആട് റെബേക്കയ്ക്ക് ജോർജിന്റെ അതേ മണമാണെന്നും സാക്ഷ്യം പറഞ്ഞിട്ട് ബ്രൗണിയും ബാക്കിയുള്ളവരും ഇപ്പോൾ റെബേക്ക തന്നെയാണ് പ്രധാന കൊലയാളിയായി സംശയിക്കുന്നത്. എന്നാൽ നമ്മുടെ ആ കൊമ്പുള്ള കറുത്ത ആടായ സെബാസ്റ്റ്യനെ തൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവരും ചേർന്ന് റെബേക്കയെ ഒരു കൊലയാളിയായി മുദ്ര കുത്തുന്നത് കണ്ട് ദേഷ്യവും വിഷമവും സഹിക്കാൻ പറ്റാതെ നമ്മുടെ സെബാസ്റ്റ്യൻ ഒരു തീരുമാനമെടുക്കുകയാണ്. അവൻ ആ ഫാമും കൂട്ടുകാരെയും ഒക്കെ ഇട്ടിട്ട് നേരെ മലയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ആളുകളുടെ ആ ഡിറ്റക്റ്റീവ് സംഘത്തിലെ ഏറ്റവും പവർഫുൾ ആയ സെബാസ്റ്റ്യൻ ഗ്രൂപ്പ് വിട്ടു പോയത് ആ കേസ് അന്വേഷണത്തെ ആകെ തകിടം മറിച്ച് കളഞ്ഞു. സെബാസ്റ്റ്യൻ മലയിലേക്ക് പോയതോടെ ഫാമിൽ ഇപ്പോൾ ബ്രൗണിയും സൈലന്റും മാത്രമായി. അങ്ങനെ ബ്രൗണിയും ആ ഒരുപാട് രോമങ്ങളുള്ള ആടും പിന്നെ നമ്മളുടെ സൈലന്റും കൂടെ ഒരു പ്രധാന തീരുമാനത്തിൽ എത്തുകയാണ്. ജോർജ് എപ്പോഴും വായിക്കാറുള്ള ആ ഡിറ്റക്റ്റീവ് ബുക്ക് ഉണ്ടല്ലോ, അതിന്റെ നിയമങ്ങളും വഴികളും നോക്കിയാലേ ഈ കൊലപാതകിയെ കൃത്യമായിട്ട് പൂട്ടാൻ പറ്റൂ എന്ന് അവർക്ക് മനസ്സിലായി. ആ ബുക്ക് കിട്ടിയാൽ അടുത്തതായി എന്താണ് ചെയ്യേണ്ടതെന്ന് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാക്കാം എന്ന് അവർ ഉറപ്പിച്ചു. അങ്ങനെ ഡിറ്റക്റ്റീവ് ബുക്ക് കിട്ടിയതിനു ശേഷം ബ്രൗണിയും ആ മുടിയുള്ള ആടും സൈലന്റും കൂടെ ഒരു വലിയ തീരുമാനം എടുക്കുകയാണ്. ഈ ബുക്ക് തങ്ങളുടെ കയ്യിൽ വെച്ചിരുന്നാൽ മാത്രം പോരെ, കേസ് അന്വേഷിക്കുന്ന പോലീസുകാരന് ഇത് എത്തിച്ചു കൊടുത്താൽ മാത്രമേ കൊലപാതകിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പറ്റൂ എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ ഈ ബുക്ക് തെളിവായിട്ട് പോലീസുകാരന് കൊടുക്കാൻ വേണ്ടി പ്ലാൻ ഇടുന്നു. മറുഭാഗത്ത് മന്ദബുദ്ധിയായ പോലീസുകാരൻ തന്റെ വീട്ടിലിരുന്ന് വല്ലാതെ ടെൻഷൻ അടിക്കുകയാണ്. കേസിൽ ഒരു തുമ്പം കിട്ടാത്തത് കൊണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ പുള്ളിയാകെ വിയർത്ത് കുളിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ വീടിന്റെ ഡോറിൽ ആരോ വന്ന് മുട്ടുന്നത് കേൾക്കുന്നത്. ആരാണെന്ന് നോക്കാൻ വേണ്ടി പോലീസുകാരൻ ചെന്ന് വാതിൽ തുറന്ന് നോക്കിയപ്പോൾ പുറത്ത് ആരെയും കാണാനില്ലായിരുന്നു. പക്ഷെ താഴെ ആ ഡിറ്റക്റ്റീവ് ബുക്ക് ഇരിക്കുന്നു. ആടുകൾ ആരും കാണാതെ അവിടെ കൊണ്ടുപോയി വച്ചതായിരുന്നു അത്. ഈ ബുക്ക് എങ്ങോട്ടേക്കാണ് തന്നെ നയിക്കാൻ പോകുന്നതെന്ന് ആലോചിച്ച് പോലീസുകാരൻ ആ ബുക്ക് എടുത്ത് പതുക്കെ വായിച്ചു നോക്കാൻ തുടങ്ങുകയാണ്. അതേസമയം അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ബ്രൗണിയാണ്. സെബാസ്റ്റ്യൻ പിടുങ്ങി മലയിലേക്ക് പോയത് ബ്രൗണിക്ക് വല്ലാതെ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവനില്ലാതെ കേസ് പൂർണ്ണമാകില്ല എന്ന് മനസ്സിലാക്കിയ ബ്രൗണി സെബാസ്റ്റ്യനെ തിരികെ വിളിക്കാൻ വേണ്ടി നേരെ മലമുകളിലേക്ക് അവനെ കാണാൻ പോകുന്നതാണ് അടുത്തതായി കാണിക്കുന്നത്. അങ്ങനെ ബ്രൗണി മലമുകളിലേക്ക് സെബാസ്റ്റ്യനെ കണ്ട് സംസാരിക്കുകയാണ്. ഇവിടെ കാണാൻ നല്ല രസമുണ്ടെങ്കിലും വല്ലാത്ത ഏകാന്തതയാണെന്ന് അവൾ അവനോട് പറഞ്ഞു. അതിനുശേഷം ഫാമിൽ നടന്ന കാര്യങ്ങളും ജോർജിന്റെ ആ ഡിറ്റക്റ്റീവ് ബുക്ക് തപ്പിയെടുത്തത് പോലീസുകാരന്റെ വീട്ടുവാതിൽക്കൽ കൊണ്ടുപോയി വച്ച വിവരമെല്ലാം ബ്രൗണി സെബാസ്റ്റ്യനോട് വിവരിച്ചു കൊടുത്തു. അങ്ങനെ ബ്രൗണി സെബാസ്റ്റ്യനോട് ആ കാർണിവലിനെ കുറിച്ച് ചോദിക്കുകയാണ്. എന്താണ് ഈ കാർണിവൽ എന്ന് പറഞ്ഞാൽ? പക്ഷെ ആദ്യം സെബാസ്റ്റ്യൻ അതിന് കൃത്യമായി ഉത്തരം കൊടുക്കുന്നില്ല. പകരം അവൻ അവളോട് ചോദിക്കുകയാണ്, നീ നിന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോ, നീ എന്തിനാണ് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്? അത് കേട്ടപ്പോൾ ബ്രൗണി അവനെ തിരുത്തിക്കൊണ്ട് പറയുകയാണ്, അത് എന്റെ കൂട്ടമല്ല സെബാസ്റ്റ്യൻ, നമ്മളുടെ കൂട്ടമാണ്. അതും പറഞ്ഞ് ബ്രൗണി വിഷമത്തോടെ അവിടെ നിന്ന് തിരിച്ചു പോകാൻ തുടങ്ങുമ്പോഴാണ് സെബാസ്റ്റ്യൻ പുറകിൽ നിന്ന് ആ കാര്യം വിളിച്ചു പറയുന്നത്. ആ കാർണിവൽ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമായിരുന്നില്ല, പണ്ട് ആളുകളുടെ ചുറ്റും ഇരുന്ന് രസിക്കാൻ വേണ്ടി മൃഗങ്ങളെ പരസ്പരം പോരടിപ്പിക്കുന്ന ക്രൂരമായ ഒരു വിനോദമായിരുന്നു. സെബാസ്റ്റ്യൻ ആ കഥ വിവരിച്ചു. എന്റെ കുട്ടിക്കാലത്ത് എനിക്ക് ചുറ്റും ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു, എനിക്ക് ആഹാരം തരാനും എന്നെ കളിപ്പിക്കാനും ഒക്കെ. എന്നാൽ ഒരു പ്രായം എത്തിയപ്പോൾ എന്നെ അവർ ക്രൂരമായ ഒരു കൂട്ടിലേക്ക് കൊണ്ടിട്ടു. ചുറ്റും ആളുകളിരുന്ന് ബഹളം വെക്കുന്ന ഒരു കൂട്. എന്നിട്ട് പിന്നെ നേരെ പട്ടികൾ തുറന്നു വിട്ടു. അവയോട് ഫൈറ്റ് ചെയ്യുക എന്നതായിരുന്നു എന്റെ ജീവിതം. ഞാൻ അതിനോട് നിരന്തരം മല്ലിട്ടുകൊണ്ടിരുന്നു. എനിക്ക് അവിടെ ആഹാരമെല്ലാം കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നെ വെറും ഒരു പോരാട്ട വസ്തുവായിട്ട് മാത്രമാണ് അവർ ഉപയോഗിച്ചത്. ഒടുവിൽ പരിക്കേറ്റ് വല്ലാണ്ട് തളർന്നു കിടന്ന എന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാനും അവിടെ നിന്ന് കൊണ്ടുപോകാനും വന്നതാണ് നമ്മുടെ ജോർജ്. അദ്ദേഹം അവർക്ക് നല്ലൊരു തുക പൈസ കൊടുത്ത് എന്നെ അങ്ങ് വാങ്ങിക്കുകയായിരുന്നു. ഈ ഒരു കഥയിലൂടെയാണ് ജോർജിന് ഒരു ജീവിയോടുള്ള സ്നേഹം എത്രത്തോളം ആയിരുന്നു എന്ന് വ്യക്തമാകുന്നത്. കൊല്ലുന്നതിനേക്കാൾ ഏറ്റവും വലിയ ക്രൂരത എന്ന് പറയുന്നത് ദ്രോഹിക്കുന്നതാണ്. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിന്റെ വേദന മനസ്സിലാവുകയുള്ളൂ എന്ന് സെബാസ്റ്റ്യൻ പറഞ്ഞു നിർത്തി. സെബാസ്റ്റ്യന്റെ ഈ ദയനീയമായ ഭൂതകാലവും ജോർജ് അവരെ രക്ഷിച്ച കഥയും കേട്ടതോടെ ബ്രൗണിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി. ജോർജ് എത്രത്തോളം നല്ലൊരു മനുഷ്യനായിരുന്നു എന്നും സെബാസ്റ്റ്യൻ അദ്ദേഹത്തിനോടുള്ള കടപ്പാട് എത്രമാത്രം വലുതാണെന്നും അവൾക്ക് മനസ്സിലായി. അങ്ങനെ സെബാസ്റ്റ്യന്റെ ആ കഥ കേട്ടതിന് ശേഷം ബ്രൗണി അവനോട് ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് ആ ക്രൂരമായ സ്ഥലത്തേക്ക് എത്തിപ്പെട്ടത്? അത് കേട്ടപ്പോൾ സെബാസ്റ്റ്യൻ പതുക്കെ പറഞ്ഞു, ഞാൻ വിചാരിച്ചു വലിയൊരു ഡിറ്റക്റ്റീവായിട്ട് നീ നേരത്തെ തന്നെ ഇതെല്ലാം കണ്ടുപിടിച്ച് കാണുമെന്ന്. അപ്പോഴാണ് ആ ഒരു വലിയ സത്യം പുറത്തു വരുന്നത്. സെബാസ്റ്റ്യൻ ഒരു വിന്റർ സീസണിൽ ജനിച്ച ആളാണ്. ആ വിന്റർ സീസണിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് സെബാസ്റ്റ്യൻ വരികൾ അവസാനിപ്പിക്കാൻ ഒരു വാക്ക് പറയുകയാണ്. വിന്റർ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ വിധി എപ്പോഴും ഒറ്റപ്പെടുക എന്നതാണ്. അത്രയും പറഞ്ഞ സെബാസ്റ്റ്യൻ ആ മലമുകളിൽ നിന്ന് പതുക്കെ മാറി നടക്കുകയാണ്. താൻ ഒരു വിന്റർ ഷീപ്പ് ആയതുകൊണ്ട് ഒറ്റപ്പെട്ട് ജീവിക്കാനാണ് തന്റെ വിധി എന്ന് അവൻ ഉറപ്പിച്ചു കഴിഞ്ഞു. സെബാസ്റ്റ്യൻ വിന്റർ സീസണിലാണ് ജനിച്ചതെന്നും അവന്റെ വിധി ഒറ്റപ്പെടലാണെന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് മാറിയപ്പോൾ ബ്രൗണിക്ക് അത് വലിയൊരു സങ്കടമായി മാറി. അങ്ങനെ ആ മന്ദബുദ്ധിയായ പോലീസുകാരൻ വീട്ടിലിരുന്ന് ആകെ ടെൻഷൻ അടിച്ച് തല പുകഞ്ഞ് ആലോചിക്കുകയാണ് എങ്ങനെ ഈ കേസ് ഒപ്പിച്ചു തീർക്കുമെന്ന്. അപ്പോഴാണ് പുള്ളി ജനലിൽ
പുറത്തേക്ക് നോക്കുന്നത്. അവിടെ നമ്മുടെ ബ്രൗണി വന്ന് നിൽക്കുകയാണ്. ആടുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള ബ്രൗണി അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ പോലീസുകാരന്റെ മനസ്സിൽ പെട്ടെന്നൊരു കാര്യം ഫ്ലാഷ് അടിച്ചു. പുള്ളി ചിന്തിക്കാൻ തുടങ്ങി, ഇതുവരെ കേസിൽ എവിടെയൊക്കെ ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ടോ അവിടെയെല്ലാം ഈ ഒരു ആടിന്റെ പ്രസൻസ് കൃത്യമായി ഉണ്ടല്ലോ. ആട് ഗ്യാസിന് മുന്നാലെ തന്നെ ഉണ്ടെന്ന കാര്യം പോലീസുകാർ ഇങ്ങനെ ആലോചിച്ച് വന്നപ്പോഴാണ് അങ്ങോട്ടേക്ക് ആ റിപ്പോർട്ടർ കയറി വരുന്നത്. റിപ്പോർട്ടറുടെ വരവോടെ അവിടെ വീണ്ടും കഥ മാറാൻ പോവുകയാണ്. അങ്ങനെ റിപ്പോർട്ടർ വന്ന് ചോദിച്ചപ്പോഴാണ് ആ മന്ദബുദ്ധിയായ പോലീസുകാരൻ തന്റെ ആ പുതിയ പ്ലാൻ വെളിപ്പെടുത്തുന്നത്. ആ ഡിറ്റക്റ്റീവ് ബുക്കിൽ ഉണ്ടായിരുന്ന ഒരു ക്രൈം സ്റ്റോറിയും അതിന്റെ അന്വേഷണ വഴികളും അതുപടിയാണ് പുള്ളി ഇപ്പോൾ ഈ കേസിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്തൊരു പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ബുക്കിലെ കഥയും നിലവിലെ സാഹചര്യങ്ങളും കൃത്യമായി കണക്ട് ചെയ്ത് അവർ ഇപ്പോൾ പ്രധാനമായിട്ടും 4 പേരെയാണ് സംശയ നിലയിൽ നിർത്തിയിരിക്കുന്നത്. ഹോട്ടൽ ഓണർ റബേക്ക, നമ്മുടെ ജോർജിന്റെ മകൾ, പിന്നെ അയൽപ്പക്കത്തെ ആട്ടിടൻ അല്ലെങ്കിൽ ഷെപ്പേർഡായ മറ്റൊരു ഷെപ്പേർഡ്, പിന്നെ ഇറച്ചി വെട്ടുകാരൻ അല്ലെങ്കിൽ മീറ്റ് കട്ടേഴ്സ്. ഈ 4 പേരിൽ ആരോ ഒരാളാണ് ജോർജിന്റെ കൊലപാതകി എന്ന് ഉറപ്പിച്ചുകൊണ്ട് പോലീസുകാരനും റിപ്പോർട്ടറും ആ ബുക്കിലെ പ്ലാൻ അനുസരിച്ച് നീങ്ങാൻ തീരുമാനിക്കുകയാണ്. ജനലിന് പുറത്തു നിന്ന് ഇതെല്ലാം ബ്രൗണി കൃത്യമായി കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഡിറ്റക്റ്റീവ് ബുക്കിലെ നിയമങ്ങൾ കൃത്യമായി കോപ്പി പേസ്റ്റ് ചെയ്ത് ഈ 4 പ്രതികളുടെയും മീൻസ്, മോട്ടീവ്, ഓപ്പർച്യൂണിറ്റി, അതായത് ആയുധം അല്ലെങ്കിൽ മാർഗം, കൊലപ്പെടുത്തുന്നതിനുള്ള കാരണം, കൊലപാതകം നടത്താനുള്ള സാഹചര്യം, ഇത് 3 വെച്ചാണ് കേസ് കണ്ടുപിടിക്കേണ്ടത് എന്ന് പോലീസുകാരനും റിപ്പോർട്ടറും ചേർന്ന് ഉറപ്പിക്കുകയാണ്. അവർ ഈ 4 പേരുടെ വിവരങ്ങൾ ഇങ്ങനെ വിശകലനം ചെയ്യാൻ തുടങ്ങി. ഹോട്ടൽ ഓണർ ജോർജുമായി ബിസിനസ് പരമായോ പണമായോ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായിരുന്നോ? ആ രാത്രി അയാൾക്ക് ഫാമിൽ വരാനുള്ള ഓപ്പർച്യൂണിറ്റി എങ്ങനെയായിരുന്നു? ആൻഡ് റബേക്ക നെക്സ്റ്റ്, അച്ഛന്റെ സ്വത്തിന് വേണ്ടിയാണോ അതോ മറ്റെന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങൾക്കാണോ? അതാണോ ഒരു മോട്ടീവ്? അല്ലെങ്കിൽ അവൾക്ക് ജോർജിന്റെ അതേ മണമുണ്ടെന്ന് ആട് പറഞ്ഞ സ്ഥിതിക്ക് മരണസമയത്ത് അവൾ ഒപ്പം ഉണ്ടായിരുന്നു, അതാണ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അടുത്തത് മറ്റൊരു ഷെപ്പേർഡ്, ആട്ടിടയൻ. ആടുകളെ ചൊല്ലിയുള്ള മുൻവൈരാഗ്യമോ അതിർത്തി തർക്കമോ ആണോ കാരണം? ആടുകളെ കൃത്യമായി അറിയാവുന്നത് കൊണ്ട് അയാൾക്ക് ഫാമിൽ എളുപ്പത്തിൽ കയറാം, അതാണ് ഒരു മീൻസും ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അടുത്ത ഇറച്ചി വെട്ടുകാരൻ. മൃഗങ്ങളെ കൊല്ലുന്ന ആയുധങ്ങൾ അയാളുടെ കൈവശമുണ്ട്, അതാണ് മീൻസ് എന്ന് പറയുന്നത്. അപ്പൊ ജോർജുമായി എന്തെങ്കിലും ഇറച്ചി കച്ചവടത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് നമുക്കറിയില്ല. സോ ജനലിന് പുറത്തു നിന്ന് ഇതെല്ലാം കേട്ട ബ്രൗണിക്ക് കാര്യം മനസ്സിലായി. മനുഷ്യന്മാർ ഇപ്പോൾ ശരിയായ വഴിക്ക് തന്നെയാണ് നീങ്ങുന്നത്. ഈ 3 കാര്യങ്ങൾ വെച്ച് തന്നെയാണ് യഥാർത്ഥ കൊലയാളിയെ പൂട്ടേണ്ടത്. അങ്ങനെ ആ 3 കാര്യങ്ങൾ വെച്ച് അവർ ഓരോന്നായി വിലയിരുത്താൻ തുടങ്ങി. ജനലിന് പുറത്തു നിന്ന് നമ്മുടെ ബ്രൗണി ഇതെല്ലാം സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആദ്യം അവർ മീൻസ് നോക്കി. ജോർജിന്റെ ശരീരത്തിൽ ചെന്നത് ആ മരത്തിലെ ടോക്സിൻ അല്ലെങ്കിൽ വിഷമാണ്. പക്ഷേ ഈ വിഷം ആർക്ക് വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും സംഘടിപ്പിക്കാം എന്നുള്ളത് കൊണ്ട് ആ ഒരു തെളിവ് വെച്ച് മാത്രം പ്രതിയെ ഉറപ്പിക്കാൻ കഴിയില്ലെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് കേസിന് അതത്ര വലിയൊരു സഹായമല്ലായിരുന്നു. അടുത്തത് മോട്ടീവ് അല്ലെങ്കിൽ ലക്ഷ്യമാണ്. അവിടെയാണ് റബേക്കയുടെ പേര് വരുന്നത്. റബേക്കയ്ക്ക് ഇപ്പോൾ വലിയ രീതിയിൽ പൈസയുടെ ആവശ്യമുണ്ട്. ജോർജ് തന്റെ പണമൊക്കെ ആർക്കോ കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം നേരത്തെ മരിച്ചാൽ ആ പണമൊക്കെ റബേക്കയ്ക്ക് നേരത്തെ കൈക്കലാക്കാം. ബാക്കി 3 പേർക്കും റബേക്കയെ പോലെ ഇത്രയും ശക്തമായ ഒരു മോട്ടീവ് കാണില്ല, അല്ലെങ്കിൽ കാണാനില്ല. അതുകൊണ്ട് കൊലയാളി ചിലപ്പോൾ റബേക്ക തന്നെ ആയിരിക്കാമെന്ന് അവർ സംശയിക്കുന്നു. പിന്നെ ഓപ്പർച്യൂണിറ്റി, സാഹചര്യം. കൊലപാതകം നടന്ന ആ സമയത്ത് അവിടെ വരാനും ഇത് ചെയ്യാനും ആർക്കൊക്കെയാണ് അവസരം കിട്ടിയത് എന്നതിനെ കുറിച്ചാണ് അടുത്ത പ്ലാൻ. അങ്ങനെ പ്ലാനൊക്കെ സെറ്റാക്കിയ മന്ദബുദ്ധിയായ പോലീസുകാരൻ കേസ് അന്വേഷിച്ച് ഇറങ്ങാൻ തന്നെ തീരുമാനിക്കുകയാണ്. ഈ ടൈമിൽ നമുക്ക് ഈ പോലീസുകാരനെ മന്ദബുദ്ധി എന്ന് വിളിക്കാൻ പറ്റൂല, ട്യൂബ്ലൈറ്റ് ആണെന്ന് തന്നെ വിളിക്കാം. ഈ 4 പേരിൽ ആരെയാണ് ആദ്യം പോയി ചോദ്യം ചെയ്യേണ്ടത് എന്ന് പുള്ളി ഉറപ്പിച്ചു കഴിഞ്ഞു. പോലീസ് ആദ്യം ചെന്നത് ബുച്ചറിന്റെ അടുത്താണ്. പുള്ളി തന്റെ ഭാഗം കൃത്യമായി വിശദീകരിച്ചു. എനിക്കും ജോർജിനും തമ്മിൽ വ്യക്തിപരമായ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. പക്ഷേ ഞാനൊരു ഇറച്ചിവെട്ടുകാരനും അവൻ കടുത്തൊരു വെജിറ്റേറിയനും മൃഗസ്നേഹിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നോട് അവന് ചെറിയൊരു വെറുപ്പുണ്ടായിരുന്നു. ഒരുപക്ഷെ ആ ഒരു കത്തിൽ അവൻ എന്നെ ആയിരിക്കാം കൊലപാതകിയായി അടയാളപ്പെടുത്തിയത്, അല്ലാതെ ഞാൻ അവനെ കൊന്നിട്ടൊന്നുമില്ല. അടുത്തത് അയൽപ്പക്കത്തെ ആട്ടിടയൻ അല്ലെങ്കിൽ ഷെപ്പേർഡ്. ഞങ്ങൾ തമ്മിൽ ലാൻഡ് ലൈസൻസ് ക്യാൻസൽ ചെയ്തതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു തർക്കമുണ്ടായിരുന്നു എന്നത് ശരിയാണ്. പക്ഷെ അതൊരു ചർച്ചയോടെ തന്നെ ഞങ്ങൾ സംസാരിച്ച് തീർത്തതാണ്, സോൾവ് ആക്കിയതാണ്. അതല്ലാതെ എനിക്ക് അവനോട് വേറെ പകയൊന്നുമില്ല. അതിനുശേഷം പോലീസ് ഹോട്ടൽ ഓണറെ പോയി കണ്ട് ആ കത്തി എങ്ങനെ കയ്യിൽ വന്നെന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ ലെറ്റർ എന്റെ കയ്യിൽ എങ്ങനെ വന്നു എന്ന് വെച്ചാൽ ആ പോസ്റ്റ് വുമൺ അറിയാതെ അവിടെ വെച്ചിട്ട് പോയതായിരിക്കാം, അല്ലാതെ എനിക്ക് ജോർജിനെ കൊല്ലേണ്ട യാതൊരു ആവശ്യവുമില്ല. അവസാനമായി പോലീസ് ടച്ച് ഫാദറിനെ കണ്ട് ജോർജ് എന്തിനാണ് മാസം മാസം ഇങ്ങോട്ടേക്ക് വന്ന് പൈസ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു. അപ്പോഴാണ് പള്ളിയുടെ പോളിസിയും ഒരു വലിയ രഹസ്യവും ഫാദർ വെളിപ്പെടുന്നത്. ഒരു കുട്ടിയെ ദത്തെടുക്കാൻ വേണ്ടിയാണ് ജോർജ് ഈ ചർച്ചിൽ വന്നിരുന്നത്. മകൾ എവിടെയാണെന്ന് അദ്ദേഹം തിരക്കിയിരുന്നു. പക്ഷെ ചർച്ചിൽ പോളിസി അനുസരിച്ച് നമുക്ക് ആ വിവരങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ആരോടും പൈസ വാങ്ങാറില്ല, പക്ഷെ ഈ പള്ളിയുടെ ഡെവലപ്മെന്റിന് വേണ്ടി പൈസ കുറച്ച് ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജോർജ് തന്ന പൈസ
വാങ്ങിയത്. അല്ലാതെ ഈ കൊലപാതകവുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. എല്ലാവരുടെയും മൊഴികൾ കേട്ടതോടെ കേസ് ഇപ്പോൾ ഒരു പുതിയ വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. അദ്ദേഹത്തിന്റെ മകളെക്കുറിച്ചുള്ള അന്വേഷണവും ജോർജ് ദത്തെടുക്കാൻ ശ്രമിച്ച കുട്ടിയുടെ രഹസ്യവും എല്ലാം എങ്ങനെയോ കണക്റ്റായി കിടക്കുന്നുണ്ട്. ജോർജിന്റെ മകളെക്കുറിച്ചുള്ള അന്വേഷണവും തന്റെ മകളുടെ പേരെന്താണ്, ഡീറ്റെയിൽസ് എന്താണെന്ന് അറിയാനുള്ള ആ ഒരു ആകാംക്ഷയും എല്ലാം കൂടെ വലിച്ചു നോക്കുമ്പോൾ കണക്റ്റായി വരുന്നുണ്ട് നമുക്കിപ്പോൾ. അങ്ങനെ കേസ് ഇൻവെസ്റ്റിഗേഷൻ അവസാനമായിട്ട് നമ്മുടെ റെബേക്കയുടെ അടുത്തേക്ക് എത്തുകയാണ്. പോലീസുകാരൻ റെബേക്കയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. താൻ എപ്പോഴെങ്കിലും ജോർജിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടോ? റെബേക്ക വളരെ കൂളായിട്ട് ഇല്ല എന്നങ്ങ് പറഞ്ഞു. പക്ഷെ സത്യത്തിൽ അവൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്തിനാണ് അവൾ കള്ളം പറഞ്ഞതെന്ന് പോലീസിന് അപ്പോൾ മനസ്സിലായില്ല. അവൾ ചോദ്യങ്ങളിൽ നിന്നല്ല വളരെ കൂളായിട്ട് ഒഴിഞ്ഞു മാറുന്നു. അപ്പോഴാണ് പോലീസിന് മറ്റൊരു വലിയ സത്യം മനസ്സിലാകുന്നത്. റെബേക്ക ഈ ടൗണിലേക്ക് വന്നതിന് ശേഷം തന്റെ ഒറിജിനൽ പേര് മാറ്റി റെബേക്ക എന്നാക്കിയതാണ്. പോലീസ് ഇത് നോക്കിയപ്പോൾ അതൊക്കെ നോർമൽ അല്ലേ സാറേ എന്ന് പറഞ്ഞ് അവൾ വീണ്ടും ഒഴിഞ്ഞു മാറി. അവിടെയാണ് അടുത്ത വലിയ ട്വിസ്റ്റ്. റെബേക്കയ്ക്ക് മുൻപ് വേറെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. ഒരുപാട് തരികിട പണികളും അടിപിടി കേസുകളുമുള്ള ഒരു ഫ്രോഡ് പയ്യനുമായിട്ടായിരുന്നു ആ ബന്ധം. ആ ഒരു പ്രശ്നം കാരണമാണ് അവൾ പേര് മാറ്റി ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയത് തന്നെ. പോലീസുകാരൻ ഇത് ചോദിച്ചപ്പോൾ റെബേക്കയ്ക്ക് കൃത്യമായ ഉത്തരമൊന്നും ഉണ്ടായിരുന്നില്ല. ജനലിന് പുറത്തുനിന്ന് നമ്മുടെ ബ്രൗണി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവൾ ഉടനെ തന്നെ ഫാമിലേക്ക് ഓടിയെത്തി ബാക്കി ആളുകളോടെല്ലാം ഈ വിവരങ്ങൾ പറഞ്ഞു. റെബേക്ക പേര് മാറ്റിയവളാണ്, കള്ളം പറയുകയാണ്, അവൾക്ക് തരികിട ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അത് കേട്ടതോടെ ഫാമിലെ ബാക്കി ആളുകളെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു. അപ്പോൾ റെബേക്ക തന്നെയാണ് കൊലയാളി, അവൾ തന്നെയാണ് കുറ്റവാളി. അപ്പോഴാണ് വിന്റർ സീസണിൽ വന്ന മറ്റൊരാൾ പറയുന്നത്, മറ്റേ വിന്റർഷിപ്പ് ഉണ്ടല്ലോ, അല്ല റെബേക്ക കുറ്റവാളിയല്ല, കാരണം അവൾ എന്നെ എടുത്തുയർത്തിയപ്പോൾ അവളുടെ ശരീരത്തിൽ ജോർജിന്റെ അതേ മണമുണ്ടായിരുന്നു. ഇത് കേട്ടത് ബ്രൗണിയുടെ ബുദ്ധിയിൽ മിന്നലടിച്ചു. ജോർജ് മരിച്ച ആ സമയത്ത് ജോർജിന്റെ മണം അടിച്ചെന്ന് മുൻപ് പറഞ്ഞ് വേറെ ആരുമല്ല, നമ്മുടെ കൂട്ടത്തിലെ നല്ല ബുസു നിരിപ്പുള്ള പഞ്ഞിക്കുട്ടിയാണ് പറഞ്ഞത്. ബ്രൗണി നേരെ പഞ്ഞിക്കെട്ടിനോട് നമ്മൾ ചോദിക്കുകയാണ്, നീ അന്ന് എങ്ങനെയാണ് ഇത്രയും ദൂരത്ത് നിന്ന് ആ മണം കൃത്യമായിട്ട് പിടിച്ചത്? സത്യം പറ, ഇത്രയും ദൂരം നിന്ന് നിനക്ക് എങ്ങനെ അവളുടെ സ്മെല്ല് മനസ്സിലായി? സത്യം പറ. അപ്പോഴാണ് പഞ്ഞിക്കെട്ട് ആ വലിയ സത്യം വെളിപ്പെടുന്നത്. സത്യം പറഞ്ഞാൽ ബ്രൗണി, അന്ന് രാത്രി എനിക്ക് വല്ലാതെ വിശന്നപ്പോൾ ഞാൻ പുല്ല് തിന്നാൻ വേണ്ടി ആരും കാണാതെ ജോർജിന്റെ വീടിന്റെ ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ജോർജ് മരിക്കുന്നതിന് തൊട്ട് മുമ്പായിരുന്നു അത്. അവിടെ നമ്മുടെ റെബേക്ക ഉണ്ടായിരുന്നു. അവൾ എന്നെ കണ്ടപ്പോൾ അടുത്തേക്ക് വന്ന് സ്നേഹത്തോടെ എന്നെ തൊട്ട് തലോടി. ആ സമയത്ത് അവളുടെ കയ്യിൽ നിന്ന് വലിയൊരു വളപ്പുളത്തെ റിങ് തറയിലേക്ക് വീണു. അത് നല്ല മണമായിരുന്നു, അതിനെ കാണാൻ നല്ല ഭംഗിയായിരുന്നു, നമ്മുടെ ജോർജിന്റെ അതേ മണം. എനിക്ക് ആ റിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാനത് ആരും കാണാതെ എടുത്ത് ഒളിപ്പിച്ചു വെച്ചു. ഇതുവരെ ഈ വലിയ സത്യം പുറത്ത് പറയാതെ ഒളിപ്പിച്ചു വെച്ചതിന് ഫാമിലെ ബാക്കി ആടുകളെല്ലാം പഞ്ഞിക്കെട്ടിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. നീ എന്താടി ഇതുവരെ ഇത് പറയാതിരുന്നത്? ആടുകൾക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല, എല്ലാം ഒരേപോലെ ഷെയർ ചെയ്യണം എന്നറിയില്ലേ? അവരൊക്കെ അവളെ ചീത്ത വിളിച്ചു. പഞ്ഞിക്കട്ടിയാടിന്റെ കയ്യിൽ ജോർജിന്റെ പണമുള്ള റെബേക്കയുടെ റിംഗ് ഉണ്ടെന്ന് അറിഞ്ഞതോടെ ബാക്കി ആടുകളെല്ലാം ഉറപ്പിച്ചു റെബേക്ക തന്നെയാണ് ജോർജിനെ കൊന്നതെന്ന്. പക്ഷെ അവിടെ വെച്ച് നമ്മുടെ സെബാസ്റ്റ്യൻ സമ്മതിച്ചു കൊടുത്തില്ല. അല്ല, റെബേക്ക ഒരിക്കലും കുറ്റവാളി ആയിരിക്കില്ല, ഞാൻ അവളുടെ കണ്ണ് കണ്ടതാണ്. ആ കണ്ണുകളിൽ വലിയൊരു സത്യസന്ധത ഞാൻ കണ്ടിട്ടുണ്ട്. ആ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ മനസ്സിലാവില്ല, കാരണം നിങ്ങൾ വെറും മണ്ടന്മാരായ ആടുകളാണ്. അത്രയും പറഞ്ഞ് ബാക്കി ആടുകളെല്ലാം മണ്ടന്മാരാണെന്ന് വിളിച്ച് സെബാസ്റ്റ്യൻ ദേഷ്യത്തോടെ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അങ്ങനെ കഥയിൽ വീണ്ടും ഒരു വമ്പൻ ട്വിസ്റ്റ് വരികയാണ്. നമ്മുടെ സൈലന്റ് ഒട്ടും സമയം കളയാതെ നേരെ പോലീസുകാരന്റെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. അവിടെ വെച്ച് പോലീസുകാരന്റെ ആ ഔദ്യോഗിക തൊപ്പി കടിച്ചു പറിച്ച് എടുത്ത് അവൻ നേരെ ഫാമിലേക്ക് ഒരൊറ്റ ഓട്ടമായിരുന്നു. തന്റെ തൊപ്പിയും കൊണ്ട് ആട് ഓടുന്നത് കണ്ട് ആ ബന്ധബുദ്ധിയായ പോലീസുകാരനെ പുറകെ വെച്ച് പിടിച്ചു. സൈലന്റ് നേരത്തെ നിന്നത് പഞ്ഞിക്കെട്ട് ആ വള ഒളിപ്പിച്ച് വെച്ചിരുന്ന ആ സ്ഥലത്തായിരുന്നു. അവിടെ കൊണ്ടുവന്ന് അവൻ താഴെ ഇട്ടു. പോലീസുകാരൻ വന്ന് തൊപ്പി എടുത്തപ്പോഴാണ് അതിന്റെ തൊട്ടടിയിൽ തിളങ്ങി നിൽക്കുന്ന ആ വള കാണുന്നത്. അങ്ങനെ ആടുകൾ തന്നെ പോലീസിന് അടുത്ത വലിയ തെളിവും കൃത്യമായി എത്തിച്ചു കൊടുത്തു. ആടുകളോട് മനസ്സിലൊരു നന്ദിയും പറഞ്ഞ് പോലീസുകാരൻ ആ വളയും എടുത്ത് നേരെ റെബേക്കയുടെ വീട്ടിലേക്ക് റൈഡിനായി തിരിച്ചു. റെബേക്കയുടെ വീട്ടിൽ കയറി പോലീസ് അരിച്ചു പറക്കി പരിശോധിക്കാൻ തുടങ്ങി. അങ്ങനെ നോക്കിയപ്പോഴാണ് അവളുടെ ഷൂസിന്റെ അടിയിൽ നിന്ന് ജോർജിന്റെ മരണത്തിന് കാരണമായ ആ മരത്തിലെ ബെറി, അതിൽ വിഷക്കായ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കാണുന്നത്. അവൾ ജോർജ് മരിച്ച സ്ഥലത്ത് പോയിരുന്നു എന്നതിന് ഇതിലും വലിയൊരു തെളിവ് ഇനി കിട്ടാനില്ല. നീ കള്ളം പറഞ്ഞല്ലേടി, നീ അന്നവിടെ പോയിട്ടുണ്ടായിരുന്നു. പോലീസ് അവളെ അപ്പോൾ അറസ്റ്റ് ചെയ്ത് നേരെ ജയിലിലേക്ക് കൊണ്ടുപോയി. ജയിലിൽ വെച്ച് പോലീസ് കടുപ്പത്തിൽ ചോദ്യം ചോദിച്ചപ്പോൾ റെബേക്ക കരഞ്ഞുകൊണ്ട് സത്യം തുറന്നു പറഞ്ഞു. സത്യം പറയാം സാർ, പക്ഷേ ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഞാൻ അന്ന് രാത്രി ജോർജിന്റെ അടുത്തേക്ക് പോയ സത്യമാണ്. 20 വർഷങ്ങൾക്ക് ശേഷം എന്റെ അച്ഛൻ എനിക്ക് കത്തയച്ച് കാണാൻ വരാൻ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് ചെന്നത്. ഞങ്ങൾ തമ്മിൽ കണ്ടു, സംസാരിച്ചു. ഞാൻ വളരെ സന്തോഷത്തോടെയാണ് അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. ഞാൻ ഇറങ്ങിയതിനു ശേഷമാണ് ആ കൊലപാതകം നടന്നത്. അത് തികച്ചും അൺഎക്സ്പെക്ടഡ് ആയി സംഭവിച്ചതാണ്. അന്ന് ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞാൽ നിങ്ങൾ എന്നെ കൊലയാളിയാക്കുമെന്ന് ഭയന്നാണ് ഞാൻ കള്ളം പറഞ്ഞത്.
പക്ഷേ ആ പോലീസുകാരൻ അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. നീ കള്ളം പറഞ്ഞ് അച്ഛന്റെ സ്വത്ത് മുഴുവൻ തട്ടിയെടുക്കാൻ നോക്കുകയല്ലേ എന്ന് ചോദിച്ച് പുള്ളി അവളെ ലോക്കപ്പിൽ അടച്ചു പൂട്ടുകയാണ്. ജയിലിനപ്പുറത്ത് ഇരുന്ന് ഇതെല്ലാം നമ്മുടെ ബ്രൗണി കാണുന്നുണ്ടായിരുന്നു. ജയിലിനകത്തിരിക്കുന്ന റബേക്കയുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ ബ്രൗണിക്കും എന്തോ ഒരു പന്തികേട് തോന്നി. ആ കണ്ണുകളിൽ കള്ളത്തരമില്ല, വലിയൊരു നിസ്സഹായാവസ്ഥയാണ് ഉണ്ടായിരുന്നത്. സെബാസ്റ്റ്യൻ പറഞ്ഞതുപോലെ അവൾ കുറ്റക്കാരിയല്ലേ എന്നൊരു സംശയം ബ്രൗണിയുടെ മനസ്സിന് തോന്നി തുടങ്ങി. റബേക്ക അല്ലെങ്കിൽ പിന്നെ ആരാണ് ജോർജിനെ കൊന്നത്? ബ്രൗണിയുടെ ചിന്തകൾ ഇപ്പോൾ ആകെ മാറി മറിഞ്ഞിരിക്കുന്നു. അങ്ങനെ ബ്രൗണിയും ആ ഓവർ തിങ്കർ ആടും തമ്മിൽ സംസാരമാണ്. ബ്രൗണിക്ക് ഇപ്പോൾ റബേക്കയുടെ കാര്യത്തിന് ഒരു ഡൗട്ട് ഉണ്ട്, പക്ഷെ ഓവർ തിങ്കർ ആട് അത് കേൾക്കാൻ തയ്യാറായി. ജോർജിന്റെ കഥകളിലെ ഡിറ്റക്റ്റീവ് രീതി വെച്ച് നോക്കിയാൽ റബേക്ക തന്നെയാണ് കുറ്റവാളി, ചാപ്റ്റർ ക്ലോസ് ആയി എന്ന് അവൻ വാദിക്കുന്നു. ബ്രൗണി തർക്കിക്കുന്നുണ്ട്, ഇത് കഥയല്ല ജീവിതമാണ്, അപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വരാം എന്ന്. എങ്കിലും അവസാനം ഓവർ തിങ്കർ ആടിന്റെ നിർബന്ധത്തിന് വഴങ്ങി അവർ പുതിയ ഷെപ്പേർഡിന്റെ ഫാമിലേക്ക് അന്വേഷണം വ്യാപിക്കാൻ തീരുമാനിക്കുകയാണ്. അവിടെ എത്തിയപ്പോഴാണ് കാര്യങ്ങൾ വല്ലാതെ വഷളായത്. അവിടെ ആകെ ഒരുമാതിരി ബെല്ലടി ശബ്ദം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ഒരുപാട് ആളുകൾ അങ്ങോട്ടേക്ക് പാഞ്ഞു വരുന്നു. അവയെല്ലാം ഭയന്നിരിക്കുകയാണ്. ബ്രൗണിയും ഓവർ തിങ്കറും നോക്കുമ്പോൾ ആ ആടുകളുടെ കഴുത്തിൽ മണിയുണ്ട്. അവ ഭയന്ന് റൺ റൺ എന്ന് വിളിച്ചു പറയുന്നു. ബ്രൗണിക്ക് കാര്യം മനസ്സിലായി, ഇവിടെ സേഫ് അല്ല. ഇരുട്ടിൽ ഒരു ചെറിയ വെളിച്ചം മാത്രം കണ്ട ഭാഗത്തേക്ക് അവർ ഓടി. നേരെ ചെന്ന് എത്തിയത് ആ ബ്ലാക്ക് ഷെപ്പേർഡിന്റെ ഒരു ഭീകരമായ ഗൗഡൌണിലേക്കാണ്. അങ്ങോട്ട് നോക്കിയ ബ്രൗണിയും ഓവർ തിങ്കറും ഞെട്ടിപ്പോയി. ആടുകളെ കൊന്ന് ഇറച്ചിയാക്കുന്ന ക്രൂരമായ ഒരു കേന്ദ്രമായിരുന്നു അത്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഷെപ്പേർഡിന്റെ 2 കാട്ടുനായകൾ പാഞ്ഞു വന്നു. ബ്രൗണിയെ കടിക്കാൻ പാഞ്ഞടുക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി സെബാസ്റ്റ്യൻ അവിടേക്ക് വരുന്നത്. ഒരു സിംഹത്തെ പോലെ നമ്മുടെ സെബാസ്റ്റ്യൻ നായകളെ നേരിട്ടു. യാതൊരു കൗശലമില്ലാതെ അവൻ നായകളെ ഇടിച്ച് പഞ്ഞു കിട്ടും. അവ അലറി വിളിച്ച് ഓടിപ്പോയി. പക്ഷേ പോരാട്ടത്തിനിടയിൽ സെബാസ്റ്റ്യന്റെ കഴുത്തിൽ നായയുടെ കടിയേറ്റിരുന്നു. നായകൾ ഓടിപ്പോയതും സെബാസ്റ്റ്യൻ നിലത്തേക്ക് കൊഴിഞ്ഞു വീണു. അവൻ മരിച്ചിട്ടില്ല, പക്ഷേ കടിയേറ്റ അവശനായി മരണം മുന്നിൽ കണ്ടു കിടക്കുകയാണ്. സെബാസ്റ്റ്യന്റെ ഈ അവസ്ഥ കണ്ട് ബ്രൗണിയും ഓവർ തിങ്കറും തകർന്നുപോയി. ബ്രൗണി സെബാസ്റ്റ്യനോട് ചോദിക്കുകയാണ്, നീ എന്താ സെബാസ്റ്റ്യൻ ഇങ്ങനെ കാണിക്കുന്നത്? നീ മരിക്കില്ലല്ലോ, നീ വിന്റർ ഷീപ്പ് അല്ലേ? നിനക്ക് ആ മേഘങ്ങളിലേക്ക് മാറി പൊയ്ക്കൂടെ? നിനക്ക് എന്താ പറ്റിയത്? അത് കേട്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്ന മാപ്പിള തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, ഇല്ല ബ്രൗണി, അങ്ങനെ മേഘമൊന്നും ആകാൻ കഴിയില്ല, അതൊക്കെ വെറും തോന്നലുകളാണ്. വേദന കൊണ്ട് പിടയുന്ന സെബാസ്റ്റ്യൻ പതുക്കെ കണ്ണുകൾ തുറന്ന് അവളോട് പറഞ്ഞു, എന്നെ കൊണ്ട് ആവാൻ കഴിയില്ല ബ്രൗണി. അപ്പോഴാണ് ബ്രൗണിക്ക് ആ വലിയ സത്യം മനസ്സിലാകുന്നത്. സെബാസ്റ്റ്യൻ പറഞ്ഞ ആ മേഘമാകുന്ന കഥയൊക്കെ അവന്റെ വല്ലാതൊരു ഏകാന്തതയിൽ നിന്ന് ഉണ്ടായ വെറും സങ്കല്പങ്ങൾ മാത്രമായിരുന്നു. ബ്രൗണി വീണ്ടും കരഞ്ഞുകൊണ്ട് അവനോട് ചോദിച്ചു, നീ എന്തിനാണ് സെബാസ്റ്റ്യൻ ഞങ്ങളെ രക്ഷിക്കാൻ ഇങ്ങോട്ടേക്ക് വന്നത്? നിനക്ക് അതിന്റെ യാതൊരു ആവശ്യവുമില്ലായിരുന്നു. അതിന് സെബാസ്റ്റ്യൻ നൽകിയ മറുപടി ബ്രൗണിയെയും മാപ്പിളിനെയും കണ്ണു നനയ്ക്കുന്നതായിരുന്നു. എനിക്ക് ഈ ലോകത്ത് നിങ്ങളല്ലേ ഉള്ളൂ, എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ അപകടത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് മാറി നിൽക്കാൻ കഴിഞ്ഞില്ല. അവന്റെ ആ വാക്കുകൾ കേട്ടതും ബ്രൗണിക്ക് സങ്കടം അടക്കാനായില്ല. അവൾ പൊട്ടിക്കരയുകയാണ്. മാപ്പിൾ ആടും എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു നിന്നു. സെബാസ്റ്റ്യൻ ഇങ്ങനെ ചോര വാർന്ന് മരണത്തോടെ മല്ലിട്ട് കിടക്കുമ്പോൾ ആ ബ്ലാക്ക് ഷെപ്പേർഡിന്റെ ആളുകളോ പട്ടികളോ വീണ്ടും അങ്ങോട്ടേക്ക് വരാൻ സാധ്യതയുണ്ട്. അവസാനമായി നമ്മുടെ സെബാസ്റ്റ്യൻ ഒരു വാക്ക് പറയുകയാണ്, എനിക്കിപ്പോ കാണാം നമ്മുടെ ജോർജിന്. അത്രയും പറഞ്ഞു തീർന്നതും ആ കണ്ണുകൾ പതുക്കെ അടഞ്ഞു. മരണത്തിൽ നിന്നും തന്നെ രക്ഷിച്ച, തനിക്ക് സ്നേഹം എന്താണെന്ന് കാണിച്ചു തന്ന ആ പ്രിയപ്പെട്ട മനുഷ്യന്റെ അടുത്തേക്ക്, ജോർജിന്റെ അടുത്തേക്ക് സെബാസ്റ്റ്യൻ യാത്രയായി. അവന്റെ ശരീരം പൂർണ്ണമായും തണുത്തുറഞ്ഞു. മലമുകളിലെ ഏകാന്തതയിൽ നിന്ന് തന്റെ കൂട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങി വന്ന ആ വിന്റർ ഷീപ്പ് അങ്ങനെ ഓർമ്മയായി മാറി. ബ്രൗണിയും ഓവർ തിങ്കറും ആ ഗോഡൌണിലിരുന്ന സെബാസ്റ്റ്യന്റെ ശരീരത്തിന് മുകളിലേക്ക് വീണ് പൊട്ടിക്കരയുകയാണ്. ഫാമിലെ മറ്റെല്ലാ ആളുകളെക്കാളും തങ്ങളെ മനസ്സിലാക്കിയ ഒടുവിൽ തങ്ങൾക്ക് വേണ്ടി ജീവൻ നിന്ന സെബാസ്റ്റ്യന്റെ വേർപാട് ബ്രൗണിയെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. പക്ഷെ കരഞ്ഞു തീർക്കാൻ ബ്രൗണിക്കും സമയമില്ലായിരുന്നു. സെബാസ്റ്റ്യന്റെ മരണം വെറുതെ ആകരുത്, യഥാർത്ഥ കൊലയാളി ആരാണെന്ന് മനസ്സിലാക്കിയെടുക്കണം, നിരപരാധിയെ രക്ഷിക്കണം. സെബാസ്റ്റ്യന്റെ വിയോഗം ബ്രൗണിയെ വല്ലാതെ തകർത്തു. ഇനി ഇവിടെ നിന്നാൽ അവന്മാർ നമ്മളെയും പിടിക്കും, അതിൽ നല്ലത് തിരിച്ചു പോകുന്നതാണ് എന്ന് പറഞ്ഞ് മാപ്പിളാട് ഭയത്തോടെ മുന്നോട്ട് ഓടി. ബ്രൗണിയും അവന് പിന്നാലെ ഫാമിലേക്ക് തന്നെ തിരിച്ചെത്തി. പക്ഷെ ബ്രൗണിക്ക് ഇപ്പോൾ കൺഫ്യൂഷൻ ഒന്നുമില്ല. റബേക്ക നിരപരാധിയാണെന്ന് മനസ്സിലായി. സെബാസ്റ്റ്യൻ തങ്ങൾക്ക് വേണ്ടി ജീവൻ ബലി നൽകിയത് അവൾക്ക് വിശ്വസിക്കാനാകുന്നില്ല. ആ വേദനയും ദേഷ്യവും കൊണ്ട് അവൾ നേരെ പോയത് ജോർജ് എപ്പോഴും ഇരിക്കാറുണ്ടായിരുന്ന ആ കാരവാൻ നിൽക്കുന്ന സ്ഥലത്തേക്കാണ്. ജോർജ് അവിടെ ഇരുന്ന് തന്റെ ആടുകളോട് സമാധാനമായി സംസാരിക്കാറുണ്ടായിരുന്നില്ലേ? ബ്രൗണി അവിടെ ചെന്ന് കണ്ണുകൾ അടച്ചു കിടന്നു. എനിക്ക് ജോർജിനെ കാണണം. ഇമാജിനേഷനിൽ വന്ന ജോർജ് പറയുകയാണ്, എനിക്കൊരാൾ നഷ്ടമായി, ആ നഷ്ടമാകുന്നതിന്റെ വേദന എനിക്കറിയാം. ബ്രൗണി, നീയാണ് ഇനി ഈ ആടുകളെല്ലാം സംരക്ഷിക്കേണ്ടത്. സെബാസ്റ്റ്യന് വേണ്ടിയും എനിക്ക് വേണ്ടിയെങ്കിലും ആ യഥാർത്ഥ കൊലപാതകി ആരാണെന്ന് നീ കണ്ടുപിടിച്ചേ മതിയാവും. അത് കേട്ടപ്പോൾ നമ്മുടെ ബ്രൗണി സങ്കടത്തോടെ നിരാശയോടെയും പറഞ്ഞു, പക്ഷെ ജോർജ്, എനിക്ക് വേറൊരു തെളിവ് പോലും കിട്ടുന്നില്ല. ആരാണ് കൊന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഔട്ട്സൈഡിൽ ആരും അല്ല ഇത് ചെയ്തതെന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ വേറെ ആരാണ് ചെയ്തത്? ബ്രൗണിയുടെ ചോദ്യം കേട്ടതും ജോർജ് ഒന്നും മിണ്ടാതെ വശ്യമായി ഒന്ന് ചിരിച്ചു. എന്നിട്ട് പതുക്കെ പറഞ്ഞു, വിക്ടിം, ഇര എന്ന് മാത്രം ഒരു വിട്ടുകൊണ്ട് തന്റെ കൈകൾ മുന്നിലേക്ക് പൊക്കി കാണിച്ചു.
അപ്പോഴാണ് ബ്രൗണി ആ കാഴ്ച കാണുന്നത്. ജോർജിന്റെ കയ്യിൽ ആകെ പച്ചയും നീലയും കലർന്ന പാടുകൾ ഉണ്ടായിരുന്നു. ആ പച്ചയും നീലയും കണ്ടപ്പോൾ തന്നെ ബ്രൗണി ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അവൾക്ക് എന്തോ ഒരു കാര്യം പെട്ടെന്ന് സ്ട്രൈക്ക് ആയി തുടങ്ങി. അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വെച്ച് ഇതുപോലെ ഒരു പാട് കണ്ടിട്ടുണ്ടോ നമ്മൾ ആലോചിച്ച് നോക്കി. അവൾ ആ സത്യം തിരിച്ചറിഞ്ഞ ആ നിമിഷം തന്നെ ആ ഇമാജിനേഷൻ അവിടെ വെച്ച് പെട്ടെന്ന് ക്ലോസ് ആവുകയാണ്. ബ്രൗണി ഞെട്ടലോടെ കണ്ണുകൾ തുറന്നു. അങ്ങനെ ഒരു വലിയ സത്യം മനസ്സിലായതും നമ്മുടെ ബ്രൗണി ഒട്ടും സമയം കളയാതെ ഒരു കിടിലൻ പ്ലാൻ തയ്യാറെടുക്കുകയാണ്. അവൾ നേരെ ചെന്ന് നമ്മുടെ വിൻഡോ സിസ്റ്ററിൽ ജനിച്ച ആ ചെറിയ കുട്ടിയാടിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. നീ നിന്റെ ഒരു കാൽ നീല നിറത്തിലും മറ്റേ കാൽ പച്ച നിറത്തിലും മുക്കണം. ആ കുട്ടിയോട് ബ്രൗണി പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. ആ 2 നിറങ്ങളുള്ള കാലുകളുമായി അവൾ നേരെ റെബേക്കയെ അടച്ചിട്ടിരിക്കുന്ന ആ പോലീസ് സ്റ്റേഷനിലേക്ക് അടുത്തേക്ക് ആ ജയിലിന്റെ ഭാഗത്തേക്ക് വെച്ച് പിടിച്ചു. രാത്രിയുടെ ഇരുട്ടിൽ ആരും കാണാതെ ജയിലിന്റെ മുകളിലുള്ള ആ ചെറിയ ജനലിലേക്ക് കുട്ടിയാട് എങ്ങനെയൊക്കെയോ വലിഞ്ഞു കയറി അകത്തേക്ക് സങ്കടത്തോടെ ഇരിക്കുന്ന റെബേക്കയെ അവൾ കണ്ടു. എന്നിട്ട് ആ ജനലിന്റെ സൈഡിലെ ചുവരിലും തറയിലുമായി ആ നീലയും പച്ചയും കലർന്ന കാലുകൾ വെച്ച് അവൾ എന്തൊക്കെയോ വരച്ചു വെക്കാൻ തുടങ്ങി. ജയിലിനകത്ത് നിന്ന് റെബേക്ക ഇതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ട് നിന്നു. അടുത്ത ദിവസം നമ്മുടെ പോലീസുകാരൻ വന്ന് നോക്കിയപ്പോഴാണ് ഞെട്ടുന്ന ആ കാഴ്ച കണ്ടത്. പുള്ളി ഉടനെ ജയിലിനകത്തുള്ള റെബേക്കയോട് ദേഷ്യപ്പെട്ട് ചോദിച്ചു, എന്താണ് ഇത്? നീ ജയിലിനകത്തിരുന്ന് എന്താ ഈ വരച്ചു വെച്ചിരിക്കുന്നത്? അതിന് റെബേക്ക വളരെ പാവത്തമായി പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല സാറേ. ഇന്നലെ രാത്രി ആട്ടുംകുട്ടികളാണ് ഇവിടെ വന്ന് എന്തൊക്കെയോ ഇങ്ങനെ വരച്ചു വെച്ചത്. അപ്പോഴാണ് പോലീസുകാരന് കാര്യം മനസ്സിലായത്. ഈ ആടുകൾ ചുമ്മാ വരച്ചതല്ല, അവ തനിക്ക് എന്തോ വലിയൊരു സൂചന തരാൻ ശ്രമിക്കുകയാണ്. പുള്ളി ആ വരകൾ കൃത്യമായി ശ്രദ്ധിക്കാൻ തുടങ്ങി. അവിടെ വരച്ചിരുന്നത് ഇതായിരുന്നു. അതിൽ നമ്മുടെ ജോർജിന്റെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 2 ലൈനുകൾ പോകുന്നുണ്ട്. ഒരു ലൈനിന്റെ അറ്റത്ത് റെബേക്കയുടെ ചിത്രമുണ്ട്, മുകളിൽ വെച്ച് ക്രോസ് ചെയ്തിട്ടേക്കുവാണ്. മറ്റേ ലൈനിന്റെ അടുത്തേക്ക് വലിയൊരു ചോദ്യചിഹ്നമുണ്ട്. അതായത് ജോർജിന്റെ കൊലപാതകത്തിന് 2 വഴികളുണ്ട്. അതിൽ റെബേക്കയുടേതും തെറ്റായ വഴിയാണ്. യഥാർത്ഥ കൊലയാളി മറ്റാരോ ആണ് എന്നാണ് ആളുകൾ വരയിലൂടെ കാണിച്ചു തന്നത്. ഇത്രയും നാൾ റെബേക്കയാണ് കൊലയാളി എന്ന് ഉറപ്പിച്ചു വെച്ചിരുന്ന പോലീസുകാരന് ആ വരകൾ കണ്ടപ്പോൾ വലിയൊരു ഡൗട്ട് അടിച്ചു. പുള്ളി ചിന്തിക്കാൻ തുടങ്ങി, ഒരു പക്ഷെ ഇവളല്ലേ യഥാർത്ഥ കൊലയാളി? ഞാൻ തെറ്റായ ആളെയാണോ ജയിലിൽ അടച്ചിരിക്കുന്നത്? പക്ഷേ മേലുദ്യോഗസ്ഥരുടെയും നിയമത്തിന്റെയും സമ്മർദ്ദമുള്ളത് കൊണ്ട് പോലീസ് ആ വരകളെല്ലാം അവിടെ നിന്ന് മായ്ച്ചു കളഞ്ഞു. എന്നിട്ട് കേസ് നടപടികൾക്കായി കോടതിയിൽ തന്നെ ഹാജരാക്കാൻ വേണ്ടി വണ്ടിയിലേക്ക് കയറ്റുകയാണ്. അങ്ങനെ നമ്മുടെ പോലീസുകാരൻ കാര്യങ്ങളൊക്കെ തുറന്ന് പറയാൻ ശ്രമിക്കുകയാണ്. ഷെപ്പേർഡിനെ കൊന്നത് അല്ലെങ്കിൽ ജോർജിനെ കൊന്നത് ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് റെബേക്കയല്ല എന്ന് പറഞ്ഞ് വിരൽ ചൂണ്ടിയത് ആരെയാണെന്ന് പറഞ്ഞാൽ നമ്മളുടെ വക്കീലായ ലോയറിനെയാണ് വിരൽ ചൂണ്ടിയത്. ഞാനോ? എന്നെയോ? എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ ഈ കേസ് വാദിക്കാവുന്ന വക്കീലാണ്, എനിക്കിതിൽ യാതൊരു ബന്ധവുമില്ലെന്ന് പറയുകയാണ്. അപ്പൊ പോലീസാണ് തിരിച്ച് പറയുകയാണ്, മേഡത്തെ അല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കും, നമ്മൾ ഇതുവരെ പ്രൈം സസ്പെക്ട് ആയിട്ട് വച്ചിരുന്നത് റെബേക്കയാണ്. പക്ഷെ അവൾ പറഞ്ഞ ഒരു കാര്യം എന്റെ മനസ്സിൽ കത്തുന്നുണ്ടായിരുന്നു. ജോർജ് എല്ലാ മാസവും അവൾക്ക് കൃത്യമായി കത്തുകൾ എഴുതുമായിരുന്നു. ജോർജ് തന്റെ മകൾക്ക് കത്തുകൾ എഴുതുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സൗത്ത് ആഫ്രിക്കയിലുള്ള തന്റെ സ്വന്തം മകൻ പീറ്ററിനും കത്തുകൾ എഴുതി കാണില്ലേ? ആ കത്തുകളിലൂടെ എങ്ങനെയൊക്കെയോ ജോർജിന്റെ കയ്യിൽ $30 മില്യൺ ഉണ്ടെന്നുള്ള വിവരവും ബാങ്ക് ഡീറ്റെയിൽസും പീറ്റർ അറിഞ്ഞു. ആ കോടികളുടെ സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടി സ്വന്തം അച്ഛനെ കൊന്നത് ഈ പീറ്റർ ആണെങ്കിലോ? പക്ഷേ പീറ്റർ സൗത്ത് ആഫ്രിക്കയിലല്ലേ എന്ന് നമ്മളുടെ ബ്രൗണി ഇങ്ങനെ ചോദിക്കുകയാണ്. അത് ബ്രൗണി മൈൻഡ് വോയിസ് പറയുന്നതായിട്ടാണ് കാണിക്കുന്നത്. പീറ്റർ സൗത്ത് ആഫ്രിക്കയിലല്ലാതെ ഈ കുറ്റം മുഴുവൻ റെബേക്കയുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി വേഷം മാറി ഇവിടെ തന്നെ ജീവിക്കുന്നുണ്ടെങ്കിലോ? ചിലപ്പോൾ ഈ നിൽക്കുന്ന റിപ്പോർട്ടറുടെ വേഷം കെട്ടിയാണ് പീറ്റർ അവിടെ നിന്നെങ്കിലോ? അത്രയും കേട്ടതും അവിടെ നിന്ന ലോയറും നാട്ടുകാരും ഇപ്പം നമ്മളുടെ ബ്രൗണിയും ആടുകളും വരെ ഞെട്ടിത്തരിച്ചുപോയി. എല്ലാവരുടെയും കണ്ണുകൾ പെട്ടെന്ന് ആ റിപ്പോർട്ടറുടെ നേർക്കായി. റിപ്പോർട്ടർ വിയർത്ത് കുളിച്ചുകൊണ്ട് പോലീസുകാരനോട് കൈമലർത്തി, ഞാൻ കൊലപാതകയല്ല സാറേ, ഞാൻ ജോർജിന്റെ മകനുമല്ല, ഞാൻ വെറുമൊരു സാധാരണ റിപ്പോർട്ടറാണ്. പക്ഷെ നമ്മളെ പോലീസുകാരൻ പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ട പീറ്ററെ, എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. അന്ന് റെബേക്ക ജോർജിനെ കാണാൻ വന്ന അതേ ദിവസം തന്നെ ജോർജ് സൗത്ത് ആഫ്രിക്കയിലുള്ള നിനക്കൊരു കത്ത് എഴുതിയിരുന്നു. റെബേക്ക തന്നെ കാണാൻ വരുന്നുണ്ടെന്ന കാര്യം അതിലുണ്ടായിരുന്നു. റെബേക്ക കണ്ട് സന്തോഷത്തോടെ ഇറങ്ങിപ്പോയതിന് തൊട്ട് പിന്നാലെയാണ് റിപ്പോർട്ടറുടെ വേഷത്തിൽ നീ അങ്ങോട്ടേക്ക് എത്തിയത്. നീ ആ ബെറിയുടെ വിഷം കലക്കി അച്ഛന് കൊടുത്തു. അദ്ദേഹം അത് കുടിച്ചെങ്കിലും പെട്ടെന്ന് ബോധം കെട്ട് വീണില്ല, പകരം തന്നെ തിരിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചു. ആ പിടിവലിയുടെ ഇടയിലാണ് നിന്റെ രഹസ്യം അദ്ദേഹത്തിന്റെ കൈകളിൽ പതിഞ്ഞത്. ആ ബെറിയുടെ വിഷത്തിന്റെ യഥാർത്ഥ കളർ നീലയാണ്. നിന്റെ തലയിലെ മുടിയിൽ നീ തേച്ചിരുന്ന ഡൈയുടെ അല്ലെങ്കിൽ ഹെയർ ഡൈയുടെ കളർ മഞ്ഞയും. ആ പിടിവലിക്കിടയിൽ നിന്റെ മുടിയിൽ പിടിച്ചപ്പോൾ ആ നീല വിഷവും മഞ്ഞ ഡൈയും കൂടി മിക്സ് ആയിട്ടാണ് അദ്ദേഹത്തിന്റെ ആ ഒരു കയ്യിൽ പച്ച കളറും മറ്റേ കൈയിൽ നീല കളറുമായത്. മരിച്ചു കിടന്ന ജോർജിന്റെ കൈകൾ തന്നെയാണ് നിനക്കുള്ള ഏറ്റവും വലിയ തെളിവ്. ഇത് കേട്ടതും റിപ്പോർട്ടർ വീണ്ടും തർക്കിക്കാൻ നോക്കി. മുടി എല്ലാവരും കളർ ചെയ്യുന്നതല്ലേ സാറേ, അതിന് എന്നെ എന്തിനാ പറയുന്നത്? അതിന് മറുപടി DNA ടെസ്റ്റ് പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് പോലീസുകാരൻ അവന്റെ തലയിൽ നിന്നും ഒരു മുടി ഇഴ അങ്ങ് പറിച്ചെടുത്തു. കാര്യം കൈവിട്ട് പോയി എന്ന് മനസ്സിലായതും പീറ്റർ പോലീസുകാരനെ ഒറ്റ തള്ളിയിട്ട് ജീവനും കൊണ്ടോടി അവൻ നേരെ ചെന്ന് ഒരു കാർ എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് അതിവേഗത്തിൽ പാഞ്ഞു പോകാൻ ശ്രമിച്ചു. പക്ഷെ അവിടെയാണ് നമ്മളുടെ ഫാമിലെ ട്വിൻ ബ്രദേഴ്സ് മുട്ടനാടുകളുടെ എൻട്രി എന്ന് പറയുന്നത്. വണ്ടി മുന്നോട്ടെടുക്കാൻ സമ്മതിക്കാതെ ആ 2 കൽപ്പൻ മുട്ടനാടുകളും പാഞ്ഞു വന്ന് കാറിന്റെ ഫ്രണ്ടിലേക്ക് ഒരൊറ്റ ഇടിയായിരുന്നു. പീറ്ററിന്റെ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലായി. അവസാനം പോലീസ് കയ്യിൽ തന്നെ നമ്മളുടെ പീറ്റർ കുടുങ്ങി. കേസുകളെല്ലാം തെളിഞ്ഞ് യഥാർത്ഥ കൊലയാളിയായ പീറ്റർ അകത്തായി. ഇതിനിടയിൽ നമ്മുടെ പോലീസുകാരൻ നൈസായിട്ട് റെബേക്കയോട് തന്റെ പ്രണയം വെളിപ്പെടുത്തുന്നുമുണ്ടായിരുന്നു. അതൊക്കെ അവിടെ സൈഡായിട്ട് നടക്കട്ടെ. ജയിൽ മോചിതയായ റെബേക്ക നേരെ വന്ന ആ ഫാമും അവിടുത്തെ ആട്ടിൻകൂട്ടത്തെയും പൂർണ്ണമായി സ്വന്തമാക്കി.
പണ്ട് ജോർജ് അവരെ എങ്ങനെയാണോ സ്നേഹത്തോടെ നോക്കിയിരുന്നത് അതേപോലെ തന്നെ റെബേക്കയും ആളുകളെ പൊന്നുപോലെ നോക്കാൻ തുടങ്ങി. കൂട്ടത്തിൽ ആ വിന്റർ സീസണിൽ ജനിച്ച ആ കുഞ്ഞാടുണ്ടല്ലോ, അവൾക്ക് റെബേക്ക ഒരു പുതിയ പേരിട്ടു, സെബാസ്റ്റ്യൻ. തങ്ങളെ രക്ഷിക്കാൻ ജീവൻ തന്ന ആ വലിയ ഹീറോയുടെ പേര്.